നമ്മൾ ഒരല്പം സമയം വൈകിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനുകളിലൊന്നായ സംഘടനയുടെ തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയുടെ കഴിഞ്ഞ കാലങ്ങളെ അയവിറക്കുന്നതും അതിൻ്റെ നമ്മളുടെ നാൾ വഴികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഈ ഒരു സെഷനിലൂടെ നമുക്ക് കടന്നു പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർവകലാശാലകളിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ നൂറുകണക്കിന് വരുന്ന ക്യാമ്പസുകളിൽ ഒരാളായും രണ്ടാളായും ഒക്കെയുള്ള ക്യാമ്പസുകൾ ഉൾപ്പെടെ ഈ സാമൂഹ്യനീതിയുടെ സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാനമായിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്ന ചരിത്രപരമായ അടയാളപ്പെടുത്തലുകൾ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. നമ്മൾ ഇന്ന് ഈ ദിവസം ഫറൂഖിൽ ഇങ്ങനെ സമ്മേളിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലാണ് മഹാരാജാസ് കോളേജിൽ ഫ്രട്ടേണിറ്റിയെ അതിൻ്റെ അടിവേരോടുകൂടി തകർത്തു കളയാം എന്ന് ആസൂത്രണം ചെയ്ത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ SFIയുടെയും വിദ്യാർത്ഥി യൂണിയനിൻ്റെയും ഇടത് അധ്യാപക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഉൾപ്പെടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നതും ചരിത്രപരമായ ഒരു അവസരമായി, ഒരു പ്രതിനിധാനമായി നമുക്ക് കാണാൻ കഴിയും. മഹാരാജാസിൻ്റെ വരാന്തകളിൽ, അതിൻ്റെ ഇടവഴികളിൽ സാമൂഹ്യനീതിയുടെ പ്രതിനിധാനമായി ഉജ്ജ്വലമായി ആത്മാഭിമാനത്തോടുകൂടി എഴുന്നേറ്റു നിൽക്കുമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഫലസ്തീനിലെ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സ്റ്റാർബക്സിൽ അതിൻ്റെ മുമ്പിൽ പ്രതീകാത്മകമായ സമരം നടത്തി. ആ സമരം നടത്തിയതിന് കലാപാഹ്വാനം കേസ് ചുമത്തി പോലീസ് കേസെടുത്ത ഫ്രട്ടേണിറ്റിയുടെ പ്രിയപ്പെട്ട ഫറൂഖ് കോളേജിലെ സഹപ്രവർത്തകരും ഈ പരിപാടിയിൽ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്നതും മറ്റൊരു സവിശേഷതയായി, മറ്റൊരു പ്രതിനിധാനമായി, ഒരു പ്രത്യേകമായ ഒരു അവസരമായി മനസ്സിലാക്കുവാൻ, അടയാളപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈദരാബാദ് സർവകലാശാലയിലും അതുപോലെ തന്നെ ഇഫ്ലു സർവകലാശാലയിലും കഴിഞ്ഞ ദിവസം NITയിൽ ഉൾപ്പെടെ നടന്ന സവിശേഷകരമായ വിദ്യാർത്ഥി പ്രതിരോധങ്ങളിൽ ഈ മൂവ്മെന്റ് അതിൻ്റെ ഭാഗധേയം നിർണയിച്ചുകൊണ്ട്, ഈ മൂവ്മെന്റിന്റെ സജീവമായ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരർത്ഥത്തിൽ കഴിഞ്ഞകാല ഫ്രട്ടേണിറ്റിയുടെ കേന്ദ്ര സർവകലാശാലകളെക്കുറിച്ച്, സംസ്ഥാനത്തെ വിവിധങ്ങളായ സർവകലാശാലകളിലെ ഈ മൂവ്മെന്റിന്റെ ക്യാമ്പസ് പ്രതിനിധാനത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്ര നാൾവഴികളെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സെഷനായിക്കൊണ്ടാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. ഈ സെഷനിൽ ബഹുമാന്യരായ ഫ്രട്ടേണിറ്റിയുടെ ദേശീയ മുൻ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുകയാണ്. ആദ്യമായി നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി JNUവിൻ്റെ റിസർച്ച് സ്കോളറും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ദേശീയ കമ്മിറ്റി ആയ വസീം ആർഎസിനെ വളരെ സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സമുന്നതരായ നേതാക്കളെ, നമ്മളെ പരിപാടി എനിക്ക് തോന്നുന്നത് 2-3 സെഷനായിട്ടാണ് നടക്കുന്നത് തോന്നുന്നു. പ്രത്യേകിച്ചും ചാലിയാറിൻ്റെ തീരമുള്ളത് കൊണ്ട് കുറച്ചുകൂടി പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ചാലിയാറിൻ്റെ തീരത്തിരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ക്യാമ്പസ് ആക്ടിവിസത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ഞാനിവിടെ ഫറൂഖ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യം ആ സമയത്താണ് ചാലിയാറിൻ മുറ്റത്ത്, ഫാറൂഖിൻ്റെ തീരത്ത് എന്നൊക്കെ വിളിക്കുന്ന ഒരു ക്യാമ്പസ് കാലം കഴിഞ്ഞ് ആണ് ഞാൻ JNUവിലേക്ക് 2012 MA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് JNUവിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് ക്യാമ്പസുകളെ പറ്റി നമുക്കറിയാം. JNU പോലുള്ള ക്യാമ്പസുകളെ പറ്റി കേരളത്തിലൊക്കെ തന്നെ ഒരുപാട് അർത്ഥത്തിലുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നു. JNUവിലെ ചുവർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാൻ മാടമ്പാട്ട് എഴുതി DC ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ മാതൃഭൂമി, മനോരമ പോലുള്ള വ്യത്യസ്ത പ്രസിദ്ധീകരണങ്ങൾ JNUവിനെ പറ്റിയൊക്കെ പല സംഗതികളും വായിച്ചുകൊണ്ടാണ് ഞാൻ JNU എന്നുള്ള ഒരു ക്യാമ്പസിലേക്ക് പോകുന്നത്. പക്ഷേ ആ ക്യാമ്പസിൽ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രം
പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയ, കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ട് മനസ്സിലാക്കിയ ഒരു ചിത്രമല്ല ആ ക്യാമ്പസിൽ പോയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് മണ്ടൽ ക്യാമ്പസ്, നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ പോസ്റ്റ് മണ്ടൽ ക്യാമ്പസ്, 2000-ങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ക്യാമ്പസുകൾ മാറിയിട്ടുള്ളത്, അവിടെ ഫ്രട്ടേണിറ്റി പോലുള്ള മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയത്തെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. വലിയ വലിയ ഇലക്ഷനുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിക്കൊണ്ട് നമുക്കറിയാം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ അടക്കം നമ്മൾ അവിടുത്തെ യൂണിയൻ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയി നിത പർവിൻ വിജയിച്ചത് അടക്കമുള്ള വലിയ വിജയങ്ങളിലേക്ക് എങ്ങനെയാണ് ഫ്രട്ടേണിറ്റി പോലുള്ള ഒരു മൂവ്മെൻറ്റ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതിൻ്റെ ചെറിയ ചില നാൾവഴികൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയായി മാറുന്നത്? ക്യാമ്പസിൽ നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകളാണ്. എന്തിനാണ് ക്യാമ്പസിൽ രാഷ്ട്രീയം പറയുന്നത്? ഒന്നാമത്തത്, ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്ക് മലയാള സിനിമയിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട ഒരു പാട്ടാണ്. ക്ലാസ്മേറ്റ്സിൽ ഇന്ദ്രജിത്തും പിന്നെ ജഗതി ശ്രീകുമാറും ഒക്കെ ടൂർ പോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. മതിലില്ല കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, അല്ലേ? അപ്പം ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരുകൾ അനുഭവിക്കുന്ന മതിലില്ലാത്തൊരു ലോകമാണ്. എല്ലാവിധ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ലിംഗപരമായ അനീതികളെക്കുറിച്ചോ ഒന്നും തന്നെ ആലോചിക്കാനില്ലാത്ത ഒരിടമാണ് ക്യാമ്പസ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല ക്യാമ്പസ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, IIT-കൾ മുതൽ IIM-കൾ മുതൽ എയിംസ് മുതൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി മുതൽ JNU മുതൽ ഇന്ത്യയിലെ വലിയ ക്യാമ്പസുകളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള വിദ്യാർത്ഥി ആത്മഹത്യകൾ. എന്തുകൊണ്ടാണ് ദലിത് വിദ്യാർത്ഥികളും മുസ്ലിം വിദ്യാർത്ഥികളും ഒക്കെ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നത്? കാരണം ആ അർത്ഥത്തിലുള്ള പീഡനമാണ് അവർക്ക് അവിടെയുള്ള പ്രൊഫസർമാരിൽ നിന്നും വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് രോഹിത് വെമുലയെ പോലുള്ള വലിയ നേതാക്കൾക്ക് തന്നെ ജീവത്യാഗം അനുഭവിക്കേണ്ടത് വന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം മുന്നിലുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നജീബ് അഹമ്മദ് എന്ന് പറയുന്ന, ഞാൻ പഠിക്കുന്ന ക്യാമ്പസിൽ JNU-ൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിം OBC വിദ്യാർത്ഥി, UP-യിൽ നിന്ന് കടന്നു വന്ന, അലിഗഡിലും ജാമ്യയിലും JNU-ലും ഒക്കെ ഒരേ സമയം അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ ABVP-യുടെ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയും അങ്ങനെ ക്യാമ്പസിൽ നിന്ന് നജീബ് അഹമ്മദിനെ അവരുടെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ട് കാണാതാവുകയും ചെയ്ത ഒരു അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഒരു മുസ്ലിം ആയിക്കൊണ്ട്, ഒരു ദലിതനായിക്കൊണ്ട്, ഒരു ആദിവാസി ആയിക്കൊണ്ട്, ഒരു നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥി ആയിക്കൊണ്ട്, ഒരു തമിഴനായിക്കൊണ്ട് ക്യാമ്പസിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അത് കേവലമായ ഒരു വിദ്യാർത്ഥിയല്ല. നിങ്ങൾ ഈ ഒരു ഐഡന്റിറ്റികളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ പല വിധങ്ങളായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിസ്കഷൻസ്, ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രം പറയാം. CAA എന്ന് പറയുന്ന വളരെ വലിയൊരു പോരാട്ടം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്ന, ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള CAA-ക്ക് എതിരെയുള്ള പോരാട്ടത്തെ ക്യാമ്പസുകളിൽ നിന്ന്, ജാമിയ മില്ലിയ പോലുള്ള, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള ക്യാമ്പസുകളിൽ നിന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ അടക്കമുള്ള, അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പല നേതാക്കളും തന്നെയായിരുന്നു ആയിഷ റന്നയെ പോലുള്ള, ലതീദെ ഫർസാനെ പോലുള്ള, റാനിയ സുലൈഖയെ പോലുള്ള ഒരുപാട് ആളുകൾ തന്നെയായിരുന്നു അതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിക്കൊണ്ട് വിദ്യാർത്ഥികൾ മാറിയ, പ്രത്യേകിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പോലുള്ള സംഘടനകളുടെ നേതൃത്വങ്ങൾ മാറിയ ഒരു സംഭവമായിരുന്നു CAA മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ തന്നെ ഭാഗമായിട്ടാണ് അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ഇന്ന് ഷർജീൽ ഉസ്മാനി, അഫ്രീൻ ഫാത്തിമ, ദ്വന്ദ് പ്രശാന്ത്, ചിന്മയ് മഹാനന്ദ്, രാഹുൽ സോൻപിംബ്ലെ, ഇങ്ങനെ ഒരുപാട് വലിയ ലീഡേഴ്സിനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വെക്കാൻ നമ്മുടെ പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റി, ബാബ്സ, ASA പോലുള്ള സോഷ്യൽ ജസ്റ്റിസ് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ ടൈറ്റിൽ പറഞ്ഞൊരു സംഗതിയാണ് പോസ്റ്റ് മണ്ടൽ ക്യാമ്പസ് എന്ന് പറയുന്നത്. എന്താണ് ഈ പോസ്റ്റ് മണ്ടൽ ക്യാമ്പസ്? 2006-ൽ ഹയർ എഡ്യൂക്കേഷനിൽ റിസർവേഷൻ നടപ്പിലാക്കിയ 2006-ൽ ഹയർ എഡ്യൂക്കേഷനിൽ റിസർവേഷൻ നടപ്പിലാക്കുന്നത് കൂടി ക്യാമ്പസുകളിൽ 49%
ഉള്ള വിദ്യാർത്ഥികൾ SC/ST OBC കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മാത്രമുള്ള വിദ്യാർത്ഥികളായി മാറുകയാണ്. അപ്പോൾ SFI ഒക്കെ പൊതുവെ ക്യാമ്പസുകളെ കുറിച്ച് പറയാറുള്ളത് 70കളിലെ JNU അല്ലെങ്കിൽ 80കളുടെ JNU, അന്ന് സീതാറാം യെച്ചൂരി പഠിച്ചിരുന്ന JNU അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് പഠിച്ചിരുന്ന JNU. പക്ഷെ ആ സമയത്ത് ഈ ക്യാമ്പസിൽ ആരാണ് ഉണ്ടായിരുന്നത്? കുറേ ചാറ്റർജിമാരും കുറേ ബാനർജിമാരും കുറേ ചട്ടോപാധ്യായമാരും കുറേ സീതാറാം യെച്ചൂരിമാരും ഒക്കെ മാത്രമുണ്ടായിരുന്ന ക്യാമ്പസിൽ ദലിതരും OBCകളും മുസ്ലിങ്ങളും ഒന്നും ഇല്ലായിട്ടുള്ള ആ ക്യാമ്പസുകളെ കുറിച്ചാണ് വലിയ നൊസ്റ്റാൾജിയ എന്ന അർത്ഥത്തിൽ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയാറുള്ളത്. പക്ഷെ നമുക്ക് പറയാനുള്ളത് ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടത് 2006 ശേഷം, പ്രത്യേകിച്ചും 2ാം മണ്ഡൽ റിസർവേഷന് ശേഷം നടന്നിട്ടുള്ള OBC വിദ്യാർത്ഥികളും ദലിത് വിദ്യാർത്ഥികളും തമിഴ് വിദ്യാർത്ഥികളും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ആസാമിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ക്യാമ്പസ് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ വന്നിട്ടുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം. JNUവിൽ ഞാൻ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം ലാലേ ലാലേ ലാൽ സലാം. ഈ മണ്ണ് ചുവന്ന മണ്ണാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ക്യാമ്പസുകളിലുള്ള പോലെ തന്നെ നീൽസലാം എന്നോ ജയ് ഭീം എന്നോ ജയ് മീം എന്നോ ഇൻകുലാബ് എന്നോ ഇത്തരത്തിലുള്ള ഇവിടുത്തെ വ്യത്യസ്ത പിന്നാക്ക സമൂഹങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധാനങ്ങളുടെ ഒരു മുദ്രാവാക്യം പോലും ഇല്ലാത്ത ക്യാമ്പസ് ആയിരുന്നു JNU പോലുള്ള ക്യാമ്പസുകൾ. പക്ഷേ 2006 ശേഷം സംഭവിച്ചത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്നു. അംബേദ്കറെ കുറിച്ച്, ബിർസ മുണ്ടയെ കുറിച്ച്, ആലി മുസ്ലിയാരെ കുറിച്ച്, ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പോരാളികളെ കുറിച്ചുള്ള ചർച്ചകൾ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ 70കളും 80കളുമല്ല, ഇന്നാണ് ഫ്രട്ടേണിറ്റിയും ബാപ്സയും ASAയും ഒക്കെ നിലനിൽക്കുന്ന ക്യാമ്പസുകളാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്യാമ്പസുകൾ എന്നാണ് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആത്മഹത്യകളെ വളരെ വലിയ അർത്ഥത്തിൽ, ആത്മഹത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. വളരെ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ദലിത് മുസ്ലിം വിദ്യാർത്ഥികളോട്, ആദിവാസി വിദ്യാർത്ഥികളോട് ഭരണകൂടം കാണിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിവേചനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ന് ആത്മഹത്യയെക്കുറിച്ച് രാഷ്ട്രീയം പറയാൻ ക്യാമ്പസിൽ തുടങ്ങിയത് ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. ബിർസ മുണ്ട എന്ന് പറയുന്ന, ഒരു പക്ഷേ ഗാന്ധിജിയെ കുറിച്ച്, സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷെ ബിർസ മുണ്ട ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പോലും പല ആളുകൾക്കും അറിയാൻ വകയില്ലാത്ത ഒരു രാഷ്ട്രീയ ബോധമാണ് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിർസ മുണ്ടയെ കുറിച്ച് ക്യാമ്പസിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബാപ്സ പോലുള്ള സംഘടനകൾ തന്നെ ബിർസ, ഫൂലെ, അംബേദ്കർ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ എന്നും പോലുള്ള ജാർഖണ്ഡിലെ വലിയ ആദിവാസി നേതാവായിരുന്ന ബിർസ മുണ്ടയെ കുറിച്ച് സംസാരിക്കുന്നു, അംബേദ്കറെ കുറിച്ച് സംസാരിക്കുന്നു, ഫൂലയെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ക്യാമ്പസിൽ പുതിയ ചരിത്രങ്ങൾ, യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രങ്ങൾ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഫ്രട്ടേണിറ്റി പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, ഇനി ക്യാമ്പസിലെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ, ഒന്ന് ഇടതുപക്ഷ സംഘടനകളാണ്, രണ്ടാമത്തത് ABVP പോലുള്ള റൈറ്റ് വിങ് ഓർഗനൈസേഷൻസ് ആണ്, മൂന്നാമത്തത് സോഷ്യൽ ജസ്റ്റിസ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്. അതാണ് ഫ്രട്ടേണിറ്റി, ബാപ്സ, ഓൾ ഇന്ത്യ OBC സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ അംബേദ്കർ സ്റ്റുഡൻറ് അസോസിയേഷൻ തുടങ്ങിയ വ്യത്യസ്ത സംഘടനകൾ നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ ജസ്റ്റിസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലും, ഇന്നത്തെ എല്ലാ ക്യാമ്പസുകളിലും ഈ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ പ്ലാറ്റ്ഫോം വളരെ സജീവമായി നിലനിൽക്കുകയും പല യൂണിയനുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് എന്നത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. വ്യത്യസ്തമായ വിഷയങ്ങൾ, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. ക്യാമ്പസുകളിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, എങ്ങനെയാണ് വ്യത്യസ്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ പൊസിഷനുകൾ എടുക്കുന്നത് എന്ന് മാത്രം ഒരു, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഫ്രട്ടേണിറ്റി പോലുള്ള സംഘടനകളും എങ്ങനെയാണ് വ്യത്യസ്തമായ സമീപനങ്ങൾ എടുക്കുന്നത് എന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവെ പറയാറുള്ള ഒരു സംഗതി, നിങ്ങളൊക്കെ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്ന സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. ഞങ്ങളാണ് എന്താണ് യൂണിവേഴ്സൽ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് ഞങ്ങളാണ്.
നിങ്ങളൊക്കെ എന്താണ് പിന്നെ സ്വത്വരാഷ്ട്രീയം, നിങ്ങൾ ദലിതരെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ആദിവാസികളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഞങ്ങളാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കുറിച്ചും സംസാരിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ സംഘടനകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമ്പസിൽ പറഞ്ഞത് ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള യൂണിവേഴ്സൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യത്യസ്ത സമൂഹങ്ങൾ, പിന്നാക്ക ജനസമൂഹങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെ സ്വത്വരാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ നാടകം യഥാർത്ഥത്തിൽ എന്താണ്, അതൊരു ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ലെഫ്റ്റിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളും ക്യാമ്പസിൽ അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റുകൾ അതിനെ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയിലെ തന്നെ വലിയൊരു ചരിത്രം, പിന്നാക്ക ജനസമൂഹങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വലിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ രാഷ്ട്രീയത്തെ ക്യാമ്പസിൽ അവതരിപ്പിച്ചത്. നമുക്കറിയാം, പിന്നെ തമിഴ്നാട്ടിലെ പെരിയാറിന്റെ പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ ഫാത്തിമ ഷെയ്ഖും ജ്യോതിബ ഫുലെയും സാവിത്രിബായ് ഫുലെയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അംബേദ്കറും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ കൊളോണിയൽ സമയത്ത് അവർ തമ്മിൽ നടത്തിയിട്ടുള്ള എൻഗേജ്മെന്റുകൾ, ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും നിലനിന്നിട്ടുള്ള ദലിത്, ആദിവാസി, മുസ്ലിം സമൂഹങ്ങളുടെ ഒരു ഐക്യത്തെക്കുറിച്ച് ക്യാമ്പസുകൾ സംസാരിക്കുകയും, അതുപോലെ തന്നെ കാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്യാമ്പസിൽ നമ്മൾ നേരത്തെ സാദിഖ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാം ഫോബിയയെ ക്യാമ്പസിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ബിരിയാണി വളരെ നല്ല സംഗതിയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കോൽക്കളി വളരെ നല്ല സംഗതിയാണ്, മുസ്ലിങ്ങളുടെ ഒപ്പന നല്ല സംഗതിയാണ്, മുസ്ലിങ്ങളുടെ കവാലി നല്ല സംഗതിയാണ്. പക്ഷെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കുമ്പോൾ, ദലിതുകൾ രാഷ്ട്രീയമായി സംഘടിക്കുമ്പോൾ അവരുടെ സംഘാടനം എന്ന് പറയുന്നത് വളരെ പ്രശ്നകരമായ സംഗതിയാണ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ വ്യാഖ്യാനത്തെ വിമർശിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളാവട്ടെ ദലിതരാവട്ടെ നിങ്ങളൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരൂ, ഞങ്ങളാണ് മതേതരത്വത്തെ ഇന്ത്യയിൽ നിർണയിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇവിടുത്തെ വ്യത്യസ്തരായ പിന്നാക്ക ജനസമൂഹങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള ഒരു അവസരം ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളെ, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സംഘടനത്തെ മോശമായി മനസ്സിലാക്കുമ്പോൾ ബാബ്സ അല്ലെങ്കിൽ അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷൻ, ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങളും ദലിതരും ഒക്കെ തന്നെ അവരുടെ രാഷ്ട്രീയം, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ ക്യാമ്പസ് ജനാധിപത്യപരമാവൂ എന്ന ഒരു പോയിന്റാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് പൊതുവെ ക്യാമ്പസുകൾ വരാറുള്ളത്, നിങ്ങളൊക്കെ ഫ്രട്ടേണിറ്റിക്ക് രാഷ്ട്രീയം പറയുമ്പോൾ RSS വളരും അല്ലെ, ഫ്രട്ടേണിറ്റി രാഷ്ട്രീയം വളരുമ്പോൾ ABVP വളരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പൊതുവെ ക്യാമ്പസുകളിൽ കടന്നു വരാറ്. ഇത് ചരിത്രപരമായി തന്നെ ദലിതർ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ RSS വളരും, സംഘപരിവാർ വളരും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെയും ദലിതരുടെയും ഒക്കെ രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുകൂടി പറഞ്ഞു വെക്കാനാണ് ഫ്രട്ടേണിറ്റി ക്യാമ്പസുകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എനിക്ക് തോന്നുന്നത് സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ട് നാഷണലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ക്യാമ്പസുകളിൽ പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ നാഷണലിസവും മുസ്ലിങ്ങളുടെ സംസാരങ്ങളും ഒക്കെ തന്നെ ഹിന്ദുത്വ എന്നതിൻ്റെ ഒരു മറുപുറമായി കൊണ്ട് മുസ്ലിങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരവസ്ഥയും ക്യാമ്പസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം ഒരു ട്രാപ്പിലേക്കും പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റിയുടെ രാഷ്ട്രീയം ഒരിക്കലും എത്തി നോക്കാറില്ല. അതിനെ വേറെ വല്ല സ്ട്രാറ്റജികളുണ്ട്, ആ സ്ട്രാറ്റജികളിലേക്ക് നമ്മൾ കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ കുറവുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ക്യാമ്പസിൽ രാഷ്ട്രീയം, എങ്ങനെയാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയുക? പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ക്യാമ്പസുകളിൽ പൊതുവെ കാണാറുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു
ഭയങ്കര ആക്ടിവിസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള SFI എങ്ങനെയാണോ രാഷ്ട്രീയം ചെയ്യുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയം ചെയ്തു നോക്കുക എന്ന ഒരു രീതിശാസ്ത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പല പ്രസ്ഥാനങ്ങളും പയറ്റാറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, കുറച്ചുകൂടി വൈജ്ഞാനിക രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഫ്രട്ടേണിറ്റിയൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയായിരുന്നതിന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടനയുടെ ക്യാമ്പസ് മാനുവൽ എന്ന് പറയുന്നത് ഓരോ ക്യാമ്പസിനും, അത് ഫ്രട്ടേണിറ്റിയുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആവട്ടെ, ഫ്രട്ടേണിറ്റിയുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആവട്ടെ, ഓരോ ക്യാമ്പസിനും അവിടുത്തെ പ്രത്യേകതകൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അങ്ങനെ അവിടെ ലോക്കലായിക്കൊണ്ട് സംസാരിക്കാനുള്ള ഒരുപക്ഷെ ഫ്രട്ടേണിറ്റി JNU എടുക്കുന്ന പൊസിഷൻ ആയിക്കണമെന്നില്ല. ഫ്രട്ടേണിറ്റി അലിഗഡ് ഒരു വിഷയത്തിൽ അവിടുത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ പൊസിഷനുകൾ എടുത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലോക്കലായി സംസാരിക്കാനുള്ള ഒരു സംഗതി കൂടി പിന്നെ നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോളിഡാരിറ്റിയാണ്. നമ്മൾ ക്യാമ്പസിൽ ഒരൊറ്റ സംഘടനയായി നിലനിൽക്കുക എന്നതിലപ്പുറം നമ്മുടെ ഓട്ടോണമി നിലനിർത്തുമ്പോൾ തന്നെ ബാബ്സ പോലുള്ള അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പോലുള്ള ASA പോലുള്ള വ്യത്യസ്ത സംഘടനകളുമായി ഐക്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ വ്യത്യസ്ത സംഘടനകളുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഒരു സോഷ്യൽ ജസ്റ്റിസ് പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുക. അത് എത്ര ഒരു തമിഴ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഉൾപ്പെടുത്തണം, ഒരു വിമൺ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഉൾപ്പെടുത്തണം. അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് പ്ലാറ്റ്ഫോം ക്യാമ്പസിൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ ക്യാമ്പസിൽ ഫ്രട്ടേണിറ്റിയൊക്കെ എടുക്കാറുള്ളത്. അതിൽ ഒരു പ്രത്യേക ടോക്കണിസത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ ദലിതരെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ ആദിവാസികളെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങളുടെ രാഷ്ട്രീയമൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്ന ഒരു ടോക്കണിസ്റ്റ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ പ്രശ്നങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്ത സമൂഹങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ആ പറയാനുള്ളത് കേട്ടുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തെ തന്നെ പുനർവിചിന്തനത്തിന് വിധേയമാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ക്യാമ്പസുകളിൽ എടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ക്യാമ്പസുകൾ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സംഘടന രൂപീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്യാമ്പസുകളിൽ നോൺ ഇലക്ടറൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, നമ്മളിപ്പോൾ ഒരു ക്യാമ്പസുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നുള്ള ഒരു സംഘടന നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് ചില പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ചും ദലിത് വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി സംഘാടനം, അല്ലെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി സംഘാടനം, അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള പ്രത്യേകിച്ച് മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ് നിന്ന് വരുന്ന സ്ത്രീകളുടെ ഒരു വിദ്യാർത്ഥി സംഘാടനം, അത്തരത്തിലുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കാനും അതിൻ്റെ ഭാഗമാകാനും കൂടി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുൻഗണനയായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ JNUവിലൊക്കെ തന്നെ ഫ്ലെയിംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഘടന, ആദിവാസി ട്രൈബൽ ദലിത് ബഹുജൻ വിമൻസ് കളക്റ്റീവ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സ്ത്രീ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കേവല സ്ത്രീ പ്രശ്നമല്ല. ഇന്ത്യയിലെ ദലിത് സ്ത്രീക്കും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീക്കും ഇന്ത്യയിലെ ആദിവാസി സ്ത്രീക്കും ഒക്കെ മറ്റു പല കാര്യങ്ങളും കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് JNUവിൽ ഫ്ലെയിംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. രണ്ടാമത്തത് YFDA എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഘടന. ഇത് JNUവിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ മതപരമായ വ്യത്യസ്തതകൾക്ക് മാറി നിന്നുകൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് YFDA എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു വ്യത്യസ്ത, പ്രത്യേകിച്ചും JNUവിൽ അഫ്സൽ ഗുരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ ഖാലിദിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് JNUവിലെ ടീച്ചേഴ്സ് അസോസിയേഷനൊക്കെ അവിടെ വലിയൊരു അർത്ഥത്തിൽ JNU ലെക്ചർ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ദേശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25ഓളം ലെക്ചറുകൾ സംഘടിപ്പിച്ചപ്പോൾ അന്ന് പിന്നെ JNUവിലെ YFDA പുറത്തിറക്കിയ ഒരു ലഘുലേഖ, അതാണ് നേരത്തെ ഞാനിവിടെ കാണിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വ്യത്യസ്തരായ, ഇത് മലബാറിലെ മുസ്ലിങ്ങളാവട്ടെ, ബംഗാളിലെ മുസ്ലിങ്ങളാവട്ടെ, UPയിലെ മുസ്ലിങ്ങളാവട്ടെ, ബീഹാറിലെ പാസ്മാണ്ട ദലിത് മുസ്ലിം മൂവ്മെന്റുകളാവട്ടെ, അബുൽ കലാം ആസാദിനെ പോലെ, മൗലാന മുഹമ്മദ് അലിയെ പോലെ, അല്ലാമ ഇക്ബാലിനെ പോലെ ഒക്കെയുള്ള വ്യത്യസ്തരായ ആളുകൾ ഇന്ത്യയുടെ ദേശീയതയുമായി നടത്തിയ ഇടപെടലുകളെ കുറിച്ച് JNU പോലുള്ള ഒരു ക്യാമ്പസിൽ സംസാരമേ ഉണ്ടാവുന്നില്ല എന്നതിനെ വിമർശിച്ചുകൊണ്ട് YFDA ഇറക്കിയ ഒരു ലഘുലേഖയാണ് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചത്. അപ്പോൾ ക്യാമ്പസിൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട്, ദലിത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, സ്ത്രീ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, അവിടുത്തെ മുഖ്യധാര
ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തെ വിമർശിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി നമ്മൾ ക്യാമ്പസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു സ്റ്റുഡൻറ് യൂണിയൻ ഇലക്ഷൻ ജസ്റ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസ് ഇലക്ഷനുകളിൽ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും അവിടെ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഓൾ ഇന്ത്യ OBC സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ദലിത് സ്റ്റുഡൻസ് യൂണിയൻ, അതുപോലെ തന്നെ ബഹുജൻ സ്റ്റുഡൻസ് ഫ്രണ്ട് തുടങ്ങി വ്യത്യസ്ത സംഘടനകളുമായി ഐക്യപ്പെട്ടുകൊണ്ടാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ, അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ ഫ്രട്ടേണിറ്റിയും അവിടുത്തെ ദലിത് ബഹുജൻ വിദ്യാർത്ഥി സംഘടനയും കൂടി നടത്തിയിട്ടുള്ള അലയൻസുകൾ, JNUവിൽ ബാബ്സയും ഫ്രട്ടേണിറ്റിയും കൂടി നടത്തിയിട്ടുള്ള അലയൻസുകൾ, ഇങ്ങനെ ഒരുപാട് അലയൻസുകളും വളരെ സജീവമായ ഇലക്ഷൻ പ്രചാരണങ്ങളും നമുക്ക് വലിയ അർത്ഥത്തിൽ ക്യാമ്പസുകൾ മാറ്റമുണ്ടാക്കാനും അവിടുത്തെ മുഖ്യധാരയുടെ ഭാഗമായി നിൽക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ കുറച്ച് ഇലക്ഷൻ റിസൾട്ടുകൾ, ഒരുപാട് ഇലക്ഷൻ റിസൾട്ടിൽ വളരെ പ്രസക്തമായ ചില ഇലക്ഷൻ റിസൾട്ടുകൾ മാത്രം പറയുകയാണ്. കഴിഞ്ഞ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നമ്മുടെ വൈസ് പ്രസിഡന്റായിട്ട് നമ്മുടെ നിദ പർവീൻ എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നാഷണൽ സെക്രട്ടറി വിജയിച്ചു. സമർ അലി, ഫ്രട്ടേണിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സമർ അലി, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചു. അഫ്രീൻ ഫാത്തിമ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു ഐക്കണായിട്ടുള്ള അഫ്രീൻ ഫാത്തിമ JNUവിലെ സ്റ്റുഡൻസ് യൂണിയൻ കൗൺസിലറായിട്ട് വിജയിച്ചു. വളരെ കുറഞ്ഞ വർഷത്തിന് കൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ വലിയ അർത്ഥത്തിലുള്ള ഇലക്ഷൻ വിജയങ്ങൾ തന്നെ നേടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. അപ്പം എങ്ങനെയാണ് ഇനി നമ്മളൊരു ക്യാമ്പസ് രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് ഇനിയുള്ള മുന്നോട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്, അത് കേവലമായ ഒരു JNU പോലുള്ള ഒരു സോഷ്യൽ സയൻസ് ക്യാമ്പസ് മാത്രമല്ല. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആളാണെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളൊരു NITയിലോ അല്ലെങ്കിൽ ഒരു IITയിലോ അല്ലെങ്കിൽ ഒരു BTech എഞ്ചിനീയറിംഗ് കോളേജിലോ പഠിക്കുമ്പോൾ അവിടെയും എങ്ങനെയാണ് ഒരു ടെക്നോളജിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? നമുക്കറിയാം, പ്രത്യേകിച്ചും സയൻസ് പോലുള്ള സംഗതികൾ ഇന്ന് വലിയ അർത്ഥത്തിൽ തന്നെ ബ്രാഹ്മണരെക്കാണ് ബുദ്ധി കൂടുതൽ എന്ന് പറയുന്ന ഒരുപാട് സയൻസ് ജേർണലുകൾ പുറത്തിറങ്ങുന്നുണ്ട്. വെള്ളക്കാർക്കാണ് ബുദ്ധി കൂടുതൽ എന്ന് പറയുന്ന ഒരുപാട് സയൻസ് പഠനങ്ങൾ പുറത്തിറങ്ങുന്നു. സയൻസിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അവതരിപ്പിക്കുക. ടെക്നോളജി മുൻനിർത്തിക്കൊണ്ട് നമുക്കറിയാം, റോണ വിൽസനെ പോലുള്ള അല്ലെങ്കിൽ ഹാനി ബാബുവിനെ പോലുള്ള ഒരുപാട് ആളുകളെ ജയിലിൽ ഇന്നും കിടക്കാൻ അവരെ വിധേയമാക്കിയിട്ടുള്ളത് ടെക്നോളജി ഉപയോഗിക്കൊണ്ട് ഇവിടുത്തെ ഭരണകൂടം നടത്തിയിട്ടുള്ള പല തെറ്റായ ഓപ്പറേഷനുകളാണ്. അപ്പം എങ്ങനെയാണ് ടെക്നോളജിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുക ക്യാമ്പസിൽ? അങ്ങനെ ക്യാമ്പസിൽ പുതിയൊരു വ്യവഹാരത്തെക്കുറിച്ച് ക്യാമ്പസുകളിൽ സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വ്യവഹാരം ക്യാമ്പസുകളിൽ സയൻസിനെ കുറിച്ച് പുതിയൊരു വർത്തമാനം പറയുമ്പോൾ, അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ച് ക്യാമ്പസിൽ പുതിയൊരു വർത്തമാനം പറയുമ്പോൾ, അതിൻ്റെ പിന്നാലെ താല്പര്യപൂർവ്വം വലിയൊരു ജനക്കൂട്ടം തന്നെ നമ്മുടെ പിന്നാലെ വരുമെന്നാണ്. നമ്മളൊരു വ്യവഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ നമ്മുടെ പിന്നാലെ കടന്നു വരുമെന്നാണ് ഫ്രട്ടേണിറ്റിയുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത് എന്താണ്, ഇതൊക്കെ പരിഹരിക്കപ്പെടുമോ? ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ? കാരണം ഇത് കുറെ കാലമായില്ലേ നമ്മൾ ഈ നമ്മളൊക്കെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ 1-2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും റിപ്ലൈ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തീരുന്ന ചില പ്രശ്നങ്ങളല്ല. ഒരു ഗോപാൽ ഗുരു ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാഗി മേക്കിംഗ്, 2 മിനിറ്റ് കൊണ്ട് മാഗി ഉണ്ടാക്കുന്ന മാതിരി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഒരു ലോങ് ടേം ആയിക്കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്യാമ്പസിൽ നമുക്ക് ചെയ്യാനുള്ളത്. കഴിഞ്ഞ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം ജാതിയെക്കുറിച്ച്, ഇസ്ലാമോഫോബിയെക്കുറിച്ച്, ഇന്ത്യയിലെ വ്യത്യസ്ത പ്രാദേശിക ദേശീയതകളെക്കുറിച്ചൊക്കെ തന്നെ ക്യാമ്പസിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വലിയ മാറ്റങ്ങൾ നമുക്ക് ക്യാമ്പസിൽ ഉണ്ടാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പം പ്രത്യേകിച്ചും ഒരു മാൽക്കം എക്സ് ഒരിക്കൽ കറുത്ത വർഗക്കാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 തരം കറുത്ത വർഗക്കാരുണ്ട്. ഒന്ന് ഹൗസ് നീഗ്രോകളാണ്, അതുപോലത്തെ ഒന്ന് ഗ്രൗണ്ട് നീഗ്രോകളാണ്.
ഹൗസ് നീഗ്രോകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഹൗസ് നീഗ്രോകൾ എപ്പോഴും എന്താണ്, മുതലാളി പിന്നെ ഒരു വേസ്റ്റിൻ്റെ കഷ്ണം ഭക്ഷണം കൊടുത്താൽ പോലും അവൻ പറയും, ഓ എന്തൊരു നല്ലൊരു ഭക്ഷണം. മുതലാളി അവനെ ചവിട്ടി പുറത്താക്കി വാതിലിൻ്റെ അപ്പുറത്ത് കിടന്നോ എന്ന് ചവിട്ടി പുറത്താക്കി പറയുമ്പോൾ എനിക്ക് എത്ര മനോഹരമായ സ്ഥലമാണ് കിടക്കാൻ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ബോധം, അത്തരം ഒരു ബോധത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടുത്തെ ദലിതുകളും മുസ്ലിങ്ങളും ആദിവാസികളും പിന്നാക്ക സമൂഹങ്ങളൊക്കെ ക്യാമ്പസിൽ ഒരു ഗ്രൗണ്ട് നീഗ്രോകളായിട്ട്, അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ സമൂഹത്തിൽ കൃത്യമായി അവതരിപ്പിക്കുന്ന, അവരുടെ ആശയങ്ങളെക്കുറിച്ച്, അവരുടെ നേതാക്കളെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഒരു ലീഡർഷിപ്പ് ആയിക്കൊണ്ട് ക്യാമ്പസിൽ നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും നമ്മെ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും നമ്മുടെ മുമ്പിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്നിപ്പം ദുബായിലൊക്കെ പോകുന്ന പോലെയാണ് കേരളത്തിൽ നിന്നും ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു അവസരമാണ് ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുകയും അവരെ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സംഘാടനത്തിലൂടെ, പ്രത്യേകിച്ചും ഇനി കടന്നു വരാൻ പോകുന്ന വലിയൊരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ക്യാമ്പസുകളടക്കം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രട്ടേണിറ്റി പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ചും CAA പോലുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ഫ്രട്ടേണിറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ക്യാമ്പസിൽ ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിട്ടയർഡ് ക്യാമ്പസ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 2012 മുതൽ 2022 വരെ ഒരു 10 വർഷത്തോളം ക്യാമ്പസിലുണ്ടായിരുന്നു. ഫ്രട്ടേണിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഫ്രട്ടേണിറ്റിയുടെ ക്യാമ്പസ് സെക്രട്ടറി എന്ന ഉത്തരവാദിത്വം പല സമയങ്ങളായിട്ട് നിർവഹിച്ചു എന്നതുകൊണ്ടാണ് ഇത്തരം ചില സംഗതികളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. ഇത് ഒരു സംസാരിച്ച് തെളിയിക്കേണ്ട ഒരു പ്രവർത്തനമല്ല. നമ്മുടെ ക്യാമ്പസുകൾ ഇന്ന് പ്രത്യേകിച്ചും ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള വളരെ സംഘപരിവാർ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നമുക്കൊക്കെ തന്നെ ആവേശം പകരുന്ന പോരാട്ടങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നേക്കാൾ സജീവരായിട്ടുള്ള ഒരു വലിയ നേതൃത്വം തന്നെ നമ്മുടെ ക്യാമ്പസുകളുണ്ട് എന്ന ഒരു പോസിറ്റീവായ മനസ്സിലാക്കലോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഫ്രട്ടേണിറ്റി അഭിവാദ്യം. ഹലോ, നന്ദി വസീം അറസ്. അടുത്തതായി നമ്മുടെ പ്രസൻറ്റേഷൻ നടത്തുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ KK അഷ്റഫാണ്. അദ്ദേഹം ദീർഘകാലം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്രട്ടേണിറ്റികൾ ഉൾപ്പെടെ തന്നെ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ക്യാമ്പസ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇടപെടുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത നേതാവ് കൂടിയാണ്. കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ചും ഫ്രട്ടേണിറ്റിയുടെ പ്രതിനിധാനത്തെക്കുറിച്ചും അവതരിപ്പിക്കുന്നതിന് വേണ്ടി KK അഷ്റഫിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾ, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട ക്യാമ്പസുകളിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹവും അഭിവാദ്യങ്ങളും നേരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത ആഖ്യാനങ്ങൾ, വ്യത്യസ്ത ചരിത്ര സന്ദർഭങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതീശ വ്യവഹാരങ്ങളെ കാൽപ്പനികതകളായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ നടന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവിടെ പല പാനലിസ്റ്റുകളും സൂചിപ്പിക്കുകയുണ്ടായി. അതീശ വ്യവഹാരങ്ങളെ എങ്ങനെ ആസൂത്രിതമായി സിനിമകളിലൂടെയും കവിതയിലൂടെയും പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതി കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുവാൻ സാധിക്കും. ഞാനൊരു 1-2 ചെറിയ സന്ദർഭങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിലൊന്ന്, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ
എങ്ങനെയാണ് കേരളത്തിലെ കീഴാള ജനവിഭാഗങ്ങളെ കേരളത്തിലെ മുഖ്യധാര എന്ന് പറയുന്ന ഇൻവെർട്ടർ കോമയിലിട്ട മുഖ്യധാര എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് സീനുകൾ, ഒരുപാട് രംഗങ്ങൾ നമുക്ക് അത്തരം സിനിമകളിലൂടെ കാണാൻ പറ്റും. അതിലൊരു രംഗമുണ്ട്, ഹിസ്റ്ററി അസോസിയേഷൻ നിങ്ങൾ ജയിക്കുമല്ലോ എന്ന് SFIയോട് ജയസൂര്യയുടെ പാർട്ടി, അതായത് അവിടുത്തെ KSQ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവ് പറയുമ്പോൾ, എന്നിട്ട് വളരെ പരിഹാസത്തോടു കൂടി SFIയുടെ നേതാവ് തന്നെ പറയാം, പക്ഷെ ഞങ്ങൾ ജയിക്കും, പക്ഷേ ഹാലജൻ ബൾബ് ഇടേണ്ടി വരും, ഞങ്ങളെ സ്ഥാനാർത്ഥിയെ, വിജയിച്ച സ്ഥാനാർത്ഥിയെ, യൂണിയൻ ഭാരവാഹിയെ കാണണമെങ്കിൽ ഹാലജൻ ബൾബ് ഇടേണ്ടി വരും. അതായത് അങ്ങേയറ്റം വംശീയമായ മുൻവിധിയോടുകൂടി വംശീയത നിറഞ്ഞ സ്വഭാവത്തിലാണ് കേരളത്തിലെ സിനിമകൾ, കേരളത്തിലെ വ്യത്യസ്ത ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നൊസ്റ്റാൾജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിലെ കലാലയങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കീഴാള ജനവിഭാഗങ്ങളുടെ ചരിത്രം, അവരുടെ പ്രാതിനിധ്യം വളരെ ആസൂത്രിതമായി മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇദംബര്യമുള്ള കേരളത്തിൻ്റെ കലാലയ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കാം. പ്രത്യേകിച്ചും അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില പദാവലികൾ നമ്മൾ പരിശോധിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ രണ്ട് കൂട്ടരുടെ പദാവലികൾ തമ്മിലുള്ള സിമിലാരിറ്റി കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നും. അതിലൊന്ന്, ABVP കേരളത്തിൽ എങ്ങനെയാണ് കീഴാള ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തത് എന്നത് നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്താൽ, ABVP സാധാരണഗതിയിൽ കീഴാള ജനവിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷനെ, പ്രാതിനിധ്യത്തെ ദേശദ്രോഹി, അല്ലെങ്കിൽ ഭീകരവാദി, അതല്ലെങ്കിൽ ജിഹാദി, അതല്ലെങ്കിൽ മാവോയിസ്റ്റ്, ഇങ്ങനെയുള്ള പദാവലികളിലൂടെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ABVP കൈകാര്യം ചെയ്തത്. ഇതേ സമയം തന്നെ SFI എങ്ങനെയാണ് കീഴാള ശബ്ദങ്ങളെ അവർ കൈകാര്യം ചെയ്തെന്ന് പരിശോധിച്ചാൽ, SFIയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, നേരത്തെ ABVPയുടെ വാക്കുകൾ പറഞ്ഞതിൽ നിന്ന് ചില സമാനമായ പദങ്ങൾ തന്നെ അത് വേറൊരു കോലത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് പറയാന്നുള്ളൂ. വർഗീയവാദി, തീവ്രവാദി, ഭീകരവാദി, മതമൗലികവാദി, IS, താലിബാനി, മതമൗലികവാദി, ഇങ്ങനെയുള്ള ടെർമിനോളജികളായിരിക്കും പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ABVPയുടെ ടെർമിനോളജിയും അതുപോലെ തന്നെ SFIയുടെ ടെർമിനോളജിയും ഏതാണ്ട് സമാനമായ ടെർമിനോളജികളായി കേരളത്തിലെ കീഴാള ജനവിഭാഗങ്ങളുടെ ഇടപെടലുകളെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ പ്രാതിനിധ്യങ്ങളെ കൈകാര്യം ചെയ്ത് നമുക്ക് അങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, കേരളത്തിലെ ക്യാമ്പസുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, കേരളത്തിലെ ക്യാമ്പസിൽ അതീശത്ത ആണാധികാര രാഷ്ട്രീയം എന്ന് പറയുന്നൊരു രാഷ്ട്രീയം, അതായത് ക്യാമ്പസുകളിൽ ഒരു മസിൽ പവറിൻ്റെതായ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് രൂപപ്പെടുന്നേക്കാൾ മുമ്പ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളോട്, ആ പ്ലാറ്റ്ഫോമുകളിൽ അണിനിരുന്ന വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് SFI ഒക്കെ പെരുമാറിയത് നമുക്കറിയാം. വർഗീയ വിഷജന്തു എന്നുള്ള പ്രയോഗം, അതായത് അങ്ങേയറ്റം വെർബലായിട്ടുള്ള വയലൻസ് ആയിട്ട് അങ്ങേയറ്റം ആണാധികാര രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന പദാവലികളിലൂടെയാണ് ഇത്തരം സംഘടനകൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ വയലൻസുകൾ, യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ കേരളത്തിൻ്റെ കാസർഗോഡുള്ള കലാലയങ്ങൾ വരെ നമ്മൾ പരിശോധിച്ചാൽ ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മഹാരാജാസ് കോളേജ്, മടപ്പള്ളി കോളേജ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ തുടങ്ങി കേരളത്തിലെ ഏതാണ്ട് പ്രധാന ക്യാമ്പസുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മസിൽ പവർ കൊണ്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരു സംഗതി നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ കാണാൻ സാധിക്കും. ഇതിനോടുള്ള പ്രതിരോധങ്ങൾ, ഇതിനോടുള്ള റെസിസ്റ്റൻസ് എങ്ങനെയായിരുന്നു കേരളത്തിൽ ഉണ്ടായത് എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്, പ്രത്യേകിച്ചും പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് ബാബരി പീരീഡിലൊക്കെ ഉള്ള റെസിസ്റ്റൻസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ കലാലയത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ് DSM എന്ന് പറയുന്ന ദളിത് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മഹാരാജാസ് കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഈ ഒരു ആധിപത്യ രാഷ്ട്രീയത്തിനെതിരെ, ഈ അതീശത്ത രാഷ്ട്രീയത്തിനെതിരെ കീഴാള ജനവിഭാഗങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുള്ള അവരുടെ രാഷ്ട്രീയ പ്രവേശനം നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പാർട്ടിയോട്, DSM എന്നുള്ള പാർട്ടിയോട് SFI എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിലെ അന്നത്തെ SFI
കൈകാര്യം ചെയ്ത് അങ്ങേയറ്റം വയലൻസോടുകൂടി അവരെ അടിച്ചൊതുക്കുകയും അവരാ ക്യാമ്പസിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത സ്വഭാവത്തിൽ അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് DSMന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് KK ബാബുരാജ് അപരമഹാരജാസുകാർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലൂടെ അദ്ദേഹം അന്ന് നേരിട്ട മാനസികമായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ മാനസികമായ പീഡനങ്ങളെക്കുറിച്ച്, ശാരീരികമായ പീഡനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം അപരമഹാരാജാസുകാർ എന്നുള്ള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ്. മുസ്ലിം റെപ്രസെന്റേഷൻ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ പോസ്റ്റ് ബാബരി പീരീഡിൽ കടന്നു വന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരവധി ചോദ്യങ്ങൾ, നിരവധി മുസ്ലിം ക്വസ്റ്റ്യൻസുകൾ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ അവർ ഉന്നയിക്കാൻ തുടങ്ങി. ജനാധിപത്യത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ഒക്കെ വ്യത്യസ്ത പുനർവായനകൾ നടത്താൻ തുടങ്ങി. പുതിയ ആലോചനകളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വെക്കാൻ തുടങ്ങി. നമുക്കറിയാം കേരളത്തിൽ 2000ന്റെ അവസാനത്തിലും അതുപോലെ തന്നെ 2010ലും 2011ലും ഒക്കെയുള്ള കാലഘട്ടത്തിൽ വ്യാപകമായി SIO ഉയർത്തിയ ഒരു മുസ്ലിം പൊളിറ്റിക്സിനെ, ഒരു മുസ്ലിം വോയിസിനെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ആക്രമിച്ച് അടിച്ചൊതുക്കി അത്തരം വോയിസുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലുണ്ടായി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ നമ്മളൊക്കെ പറയുന്ന ഒരു സോക്കോൾഡ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു കപട നൊസ്റ്റാൾജിയാണ് കേരളത്തിന്റെ കലാലയങ്ങളുടെ ചരിത്രം എന്ന് നമുക്കറിയാം. പല ആളുകളും ക്യാമ്പസ് നൊസ്റ്റാൾജിയെ കുറിച്ച് പാട്ട് എഴുതാറുണ്ട്, സിനിമ എഴുതാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ക്യാമ്പസിലെ ഏറ്റവും അല്ലെങ്കിൽ സവർണ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ആധിപത്യമുള്ള വിഭാഗങ്ങളുടെ ശബ്ദമാണ് നമുക്ക്. ഇതാണ് കേരളത്തിലെ ക്യാമ്പസുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിഷയം. സ്ലൈഡ് മിസ്സാവും. അതിന്റെ ബാക്കിലുള്ള സ്ലൈഡ് മുന്നോട്ട്. ഓക്കെ. ഫ്രട്ടേണൽ പൊളിറ്റിക്സ് ഇൻ കേരള ക്യാമ്പസ് ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലാണ് ഫ്രട്ടേണൽ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഒക്കെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. പ്രത്യേകിച്ചും 2013 മുതൽ 2017 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരം നിരവധി ചർച്ചകൾ, ഇത്തരം ഈ രംഗത്തുള്ള നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളുമായിട്ടുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായുള്ള വ്യത്യസ്ത രീതിയിലുള്ള എൻഗേജ്മെന്റുകൾ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിലേക്ക് എത്തുന്നത്. അതിന് മുന്നോടിയായിട്ട് ഡെമോക്രസി ഡയലോഗ് ഫോറം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഫ്രട്ടേണിറ്റിക്ക് മുമ്പ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇൻക്ലാബ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ SSJ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഫറൂഖ് കോളേജ് കേന്ദ്രീകരിച്ച് SSJ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൽഫി എന്ന് പറയുന്ന മൂവ്മെന്റുകൾ, ഇങ്ങനെ ഒരുപാട് മൂവ്മെന്റുകൾ. അതുപോലെ തന്നെ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡെമോക്രസി ഡയലോഗ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറവും അതിനുശേഷമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിലേക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള നിരവധി അന്വേഷണങ്ങളിലൂടെ, വ്യത്യസ്ത അന്വേഷണങ്ങളിലൂടെയൊക്കെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 2017 ഏപ്രിൽ 30 ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഡൽഹിയിൽ രൂപീകരിക്കുന്നത്. അതിനുശേഷം ഉള്ള ഒരു 6 വർഷത്തോളമുള്ള നമ്മുടെ ചരിത്രം, കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ നടത്തിയ പുതിയ അന്വേഷണങ്ങൾ, പുതിയ രീതിയിലുള്ള ഇടപെടലുകൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നമ്മൾ നൽകിയ സംഭാവനകൾ, ഇതൊക്കെ തുടർന്നുള്ള സ്ലൈഡിൽ പറയും. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സുകളാണ് പറയാൻ പോകുന്നത്. അതിലൊന്ന് സെറ്റിംഗ് ദ ക്യാമ്പസ് അജണ്ട. നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്യാമ്പസുകളുടെ അജണ്ട നിർണ്ണയിക്കുന്നതിൽ നമ്മൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളാണ്. പ്രത്യേകിച്ചും മുമ്പൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരം ക്വസ്റ്റ്യനുകൾ, ദളിതരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകൾ, അതല്ലെങ്കിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഡിസ്കോഴ്സുകൾ, ഇതൊന്നും വേണ്ട അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇത്തരം ചില ക്വസ്റ്റ്യൻസുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഷംസീർ സാഹിബിന്റെ സെഷനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഡിസ്കോഴ്സിനെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഉന്നയിക്കുന്നതിൽ
കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ദളിത് ലൈഫ്സ് മാറ്റർ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നമ്മൾ നടത്തിയ അങ്ങനെ സെറ്റ് ചെയ്ത സെറ്റ് ചെയ്യുന്ന അജണ്ട ഇന്ന് കേരളത്തിലെ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു ജാർഗണാണെന്ന് പറഞ്ഞ് പരിഹസിച്ച SFI ഫാത്തിമ ലത്തീഫിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടന്ന സമയത്ത് ഇതേ മുദ്രാവാക്യം വെച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് പോസ്റ്റർ അടുപ്പിക്കുന്നതിൽ അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നടത്തിയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് അത്. രണ്ടാമത്തെ, ക്യാമ്പസുകളുടെ ജനാധിപത്യവൽക്കരണം. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ക്യാമ്പസുകളുടെ ജനാധിപത്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പസുകളിൽ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട്, അല്ലെങ്കിൽ 9 മുതൽ അല്ലെങ്കിൽ 10 വർഷം കാലയളവ് നമ്മൾ പരിശോധിച്ചാൽ ഫ്രട്ടേണിറ്റി ഉണ്ടാവുന്നതിനേക്കാൾ ഒരു 4 വർഷവും അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി ഉണ്ടായ ഒരു 6 വർഷത്തെയും അങ്ങനെ ഒരു ഡെമോക്രസി ഡയലോഗ് ഫോറത്തിന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ഒക്കെ ഒരു 10 വർഷത്തെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യവൽക്കരണ പ്രോസസ്സ് ഇന്ന് പല ക്യാമ്പസുകളിലും പോയാൽ, മഹാരാജാസ് പോലുള്ള ക്യാമ്പസുകളിൽ SFI മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFI മാത്രമുള്ള കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മടപ്പള്ളിയിൽ SFI മാത്രം ഏകാധിപത്യത്തോട് ഭരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം ക്യാമ്പസുകളൊക്കെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റുഡൻസ് ഒപ്പോസിഷനാണ്, വിദ്യാർത്ഥി പ്രതിപക്ഷമാണ്. വിദ്യാർത്ഥി പ്രതിപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു രാജ്യത്തെ രാഷ്ട്രീയ പ്രതിപക്ഷം വളരെ നിസ്സംഗമായി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് കടന്നുപോയി. ഇപ്പോൾ CAA ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പൗരത്വ പ്രക്ഷോഭം, അതുപോലെ തന്നെ രോഹിത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ദളിത് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മുഖ്യധാരാ പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ നിസ്സംഗമായ സമയത്ത് തെരുവിനെ ലൈവാക്കി നിർത്തുന്നതിൽ, തെരുവിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ, തെരുവിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ്. അതേപോലെ തന്നെ ഒരു പുതിയ ക്യാമ്പസ് ഭാവന, ഒരു നവജനാധിപത്യ ക്യാമ്പസ് ഭാവന. നമ്മൾ സാധാരണഗതിയിൽ ക്യാമ്പസുകളിൽ ഉള്ള പല തർക്കങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ക്യാമ്പസുകളുടെ തർക്കങ്ങൾ, എൻഗേജ്മെന്റുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പല നിസ്സാരമായ കക്ഷിരാഷ്ട്രീയ തർക്കങ്ങളായിരുന്ന കാലത്ത് നിന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ കുറച്ചുകൂടി പുതിയ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ വലിയ സംഭാവന നൽകിയ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ, വാരിയംകുന്നനെ കേരളത്തിന്റെ ക്യാമ്പസിൽ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അയ്യങ്കാളിയെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അത്തരം നിരവധി ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ 4ാമത്തെ നേട്ടമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിന്റെ ചോദ്യങ്ങൾ, ഇപ്പൊ സംവരണം, ഇപ്പം നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു, സംവരണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ക്യാമ്പസിലൊക്കെ പല ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം, നമ്മളെ വോട്ട് കുറയോ, സംവരണം വിഷയം ഉന്നയിച്ച വോട്ട് കുറയോ എന്നുള്ളൊരു സംശയം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ പോലും സംവരണത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ റിസർവേഷൻ ക്വസ്റ്റ്യൻസ് ഉന്നയിച്ച ഒരു പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. EWSുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് നടത്തിയ ഇടപെടലുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അതുപോലെ തന്നെ കൾച്ചറൽ ക്യാപിറ്റൽ, നമ്മൾ ക്യാമ്പസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഉദാഹരണം ഇപ്പോൾ സാധാരണ SFIയുടെ ഒക്കെ പല ക്യാമ്പസുകളിലും പോയി കഴിഞ്ഞാൽ അവരുടെ നിരവധി കൾച്ചറൽ ക്യാമ്പസ് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ രക്തസാക്ഷി വരാന്ത ഉണ്ടാവും. അപ്പൊ അതിലൂടെ പോകുമ്പോൾ രക്തസാക്ഷി വരാന്ത സീക്വൽ ടു SFI. അതുപോലെ തന്നെ സമരമരം ഉണ്ടാവും, സമരമരം സീക്വൽ ടു SFI. ഇങ്ങനെ തുടങ്ങി ഓരോ സംഗതിയും അവരുടെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ, പല പേരുകളുണ്ടാവും, ബ്ലോക്കുകളുടെ പേരുകളുണ്ടാവും, ഇങ്ങനെ പല സംഗതികളും ഉണ്ടാവും. അതുപോലെ തന്നെ പാട്ട്, ഏത് പാട്ട് പാടിയാലും അത് സീക്വൽ ടു SFI. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ അർത്ഥത്തിൽ നിരവധി കൾച്ചറൽ, ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ രോഹിത് വെമുല സ്ക്വയറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അംബേദ്കർ വേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ, നമ്മുടെ പാട്ടുകൾ വളരെ പ്രധാനപ്പെട്ട കൾച്ചറൽ ക്യാപിറ്റലാണ്. നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ മുദ്രാവാക്യങ്ങൾ, ഇങ്ങനെ കൾച്ചറൽ ക്യാപിറ്റലുകൾ. അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ഐക്കൺസിനെ, വാരിയംകുന്നനെ, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ വാരിയംകുന്നന്റെ കൊടി
കേരളത്തിന്റെ ക്യാമ്പസുകളിൽ വാര്യംകുന്നന്റെ കൊടി സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. വാര്യംകുന്നന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കൊടി സ്ഥാപിച്ച, അയ്യങ്കാളിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കൊടി സ്ഥാപിച്ച, അങ്ങനെ ക്യാമ്പസുകളിൽ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റലുകളെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ക്യാമ്പസുകളുടെ സമരത്തിന് വ്യത്യസ്തമായ ഒരു സമരഭാവന നമുക്ക് ക്യാമ്പസുകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇപ്പോൾ സമരങ്ങളെ കുറിച്ചിട്ടുള്ള പല സ്വഭാവത്തിലുള്ള ഭാവനയുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഷാഹിൻ ബാഗ് നമുക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഇനീഷ്യേറ്റീവിൽ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിൽ ഫറൂഖ് കോളേജ് പോലെയുള്ള ക്യാമ്പസുകളിൽ നമ്മൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട CAA കാലത്ത്, ആന്റി CAA സമരത്തിന്റെ കാലത്ത് നമ്മൾ നടത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അണിനിരത്തി നടത്തിയ മാസ് റാലികൾ, വലിയ മാസ് റാലികൾ, ഫറൂഖ് കോളേജിൽ നിന്ന് ചുങ്കം ടൗണിലേക്ക് നമ്മൾ നടത്തിയ വലിയ മാസ് റാലികൾ, അങ്ങനെ സമരത്തിന് കേവലം ഒരു പാർട്ടി മാത്രം സമരം നടത്തുക എന്നുള്ളതല്ല, മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരത്തെക്കുറിച്ച് പുതിയ ഭാവന നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യസ്ത സമരങ്ങളെ നമ്മുടെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യിപ്പിക്കുക. സമൂഹത്തിലുള്ള സമരങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഗെയില് വിഷയത്തിലുള്ള സമരങ്ങൾ, അവിടുത്തെ സമരത്തിന്റെ നായകരെ നമ്മൾ ക്യാമ്പസ് കൊണ്ടുവരും. ആ നായകരെ ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ വിദ്യാർത്ഥികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ജനകീയ പുതുവൈപ്പിൻ സമരം ഉദാഹരണമാണ്. പുതുവൈപ്പിൻ സമരത്തെ നമ്മൾ ക്യാമ്പസിൽ പരിചയപ്പെടുത്തും. ഇങ്ങനെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളെ ക്യാമ്പസുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്യാമ്പസുകളിൽ, മറുചോദ്യങ്ങളുടെ ഒരു രാഷ്ട്രീയം നമ്മൾ ക്യാമ്പസുകളിൽ രൂപപ്പെടുത്തിയിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് സമയത്ത് നരേന്ദ്രമോദിക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞ് UGCയുടെ ഒരു സർക്കുലർ വന്നു. നരേന്ദ്രമോദിക്ക് എല്ലാ ക്യാമ്പസുകളും എന്ത് ചെയ്യണം, ബാനർ വെക്കണം, നന്ദി പറഞ്ഞുകൊണ്ട് ബാനർ വെക്കണം. ക്യാമ്പസിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിക്ക് നന്ദി. നമ്മളെന്താ വെച്ചാൽ അതിനെതിരെ നന്ദി പറയാൻ മനസ്സില്ല, നരേന്ദ്രമോദിക്ക് നന്ദി പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ടുള്ള ബാനറുകൾ നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. അത് അന്ന് ചാനലുകളൊക്കെ വൈറലായ, നമ്മളുടെ ബാനർ വൈറലാവുക, അതിനുശേഷം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ബാനറുമായി ക്യാമ്പസിലേക്ക് കടന്നു വരും നമുക്കറിയാം. അതേപോലെ തന്നെ ചരിത്രത്തിൽ നിന്ന് മലബാറിലെ രക്തസാക്ഷികൾ ഒഴിവാക്കിയ സന്ദർഭത്തിൽ മലബാറിലെ രക്തസാക്ഷികളെ ക്യാമ്പസിന്റെ ചുമരുകളിൽ രക്തസാക്ഷികളെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബാനറുകൾ സ്ഥാപിച്ചു. ഇങ്ങനെ കൗണ്ടർ ക്വസ്റ്റ്യൻസുകൾ ഉന്നയിക്കുക, പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ കേവലമായ, ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ വനിതാ ചെയർപേഴ്സൺ, ആദ്യമായി വനിതാ ചെയർപേഴ്സനെ കൊടുത്ത ആൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ടോക്കണിസം നടത്തും. ഒരു സാധാരണ ഇവിടെ തന്നെ പല സെഷനുകളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ടോക്കണിസം എന്ന് പറഞ്ഞാൽ ഒരാളെ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ, ഞങ്ങളാണ് പെൺകുട്ടികളെ ഭയങ്കര ഇത് കൊടുക്കുന്ന ആളുകളാണ്, റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ ടോക്കണായിട്ട് അവതരിപ്പിക്കും. ഇപ്പം BJP ഒക്കെ ചെയ്യുന്ന പോലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മുർമുവിനെ രാഷ്ട്രപതിയാക്കുന്നത് പോലെ ഒരു ടോക്കണിസമാണ് പല ആളുകളും ചെയ്യുക. പക്ഷെ നമ്മൾ എല്ലാ പോസ്റ്റുകളിലും പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്, പ്രാതിനിധ്യം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു സംസ്കാരമായി നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ എല്ലാ ജനറൽ പോസ്റ്റുകൾ, ഏത് പോസ്റ്റാണെങ്കിലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എല്ലാവരെയും മത്സരിപ്പിക്കുന്ന സ്വഭാവത്തിൽ, ഇത് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഏറ്റെടുക്കുന്ന സ്വഭാവത്തിൽ നമ്മൾ നടത്തിയ അത്തരം ഇടപെടലുകൾ വലിയ അർത്ഥത്തിൽ നമുക്ക് സഹായകമായിട്ടുണ്ട്. അതുപോലെ നമ്മൾ നടത്തിയ പ്രധാനപ്പെട്ട ഇടപെടലുകളെ കുറിച്ച് പറയുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിലൊന്ന്, ക്യാമ്പസുകളിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നടത്തിയ ഷാഹിൻ ബാഗുകൾ. 150ഓളം ക്യാമ്പസുകളിൽ പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമയത്ത് നമ്മൾ നടത്തിയ ഷാഹിൻ ബാഗുകൾ, പല ഷാഹിൻ ബാഗുകളും SFIയുടെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെട്ട ഷാഹിൻ ബാഗുകൾ വരെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൊത്തം ഓൾ കേരള ക്യാമ്പസ് സ്ട്രൈക്കുകൾ, രോഹിത് വെമുല രക്തസാക്ഷിത്വത്തിന്റെ സമയത്ത് നമ്മൾ കേരളത്തിൽ സ്ട്രൈക്ക് നമ്മൾ നടത്തിയിരുന്നു. ആ സ്ട്രൈക്കിന് നേരെ നമുക്ക് വലിയ മർദ്ദനങ്ങൾ, മഹാരാജാസ് കോളേജിലടക്കം മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ നമ്മുടെ സ്ട്രൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ മലബാർ വിദ്യാഭ്യാസ അവഗണനക്കെതിരെ നമ്മൾ നടത്തിയ സ്ട്രൈക്ക്, നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്ട്രൈക്ക്, ആ സ്ട്രൈക്കിന്റെ ഒരു പ്രത്യേകത, മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയും കോട്ടയം അടക്കമുള്ള കേരളത്തിന്റെ തെക്കൻ ജില്ല മലബാറിന് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ മലബാറിലെ വിദ്യാർത്ഥികളോട് ഐക്യപ്പെടുന്ന ഒരു സ്ട്രൈക്കായിരുന്നു ആ സ്ട്രൈക്ക്. അതുപോലെ തന്നെ EWSനെതിരെയുള്ള സമരങ്ങൾ, അതുപോലെ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട സമരം, അതുപോലെ തന്നെ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട സമരം, അതുപോലെ ഏറ്റവും ഹാദിയ വിഷയത്തിൽ, നമുക്ക് ഹാദിയ വിഷയം അറിയാം. ഹാദിയ വിഷയത്തിൽ മഹാരാജാസ് കോളേജിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ തടഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിയ ഐതിഹാസികമായി കേരളത്തിൽ വലിയ വാർത്തയായ ഒരു സമരമായിരുന്നു. മറ്റേ ജോസഫൈൻ എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നമ്മൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച്
നമ്മളുടെ ഇടപെടലുകൾ ജസ്റ്റ് ഇത് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ക്യാമ്പസ് സെലക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇലക്ഷനെ കുറിച്ചിട്ടുള്ള മുമ്പൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് മൂന്നാം ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കേവലമായ ഒരു സിവിൽ രാഷ്ട്രീയമായിട്ടായിരുന്നു ആളുകൾ വിലയിരുത്തിയിരുന്നത്. ജെയിംസ് ആൽത്തബേഷിനെ പോലെയൊക്കെയുള്ള ചിന്തകർ ഒരു സിവിൽ പൊളിറ്റിക്സ് ഉള്ള ഒരു രാഷ്ട്രീയമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ പുതിയ കാലത്ത് ഈ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെയും അതുപോലെ തന്നെ രോഹിത് മൂവ്മെന്റിനൊക്കെ ശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത, സിവിൽ രാഷ്ട്രീയവും പവർ രാഷ്ട്രീയവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു മൂവ്മെന്റായി വിദ്യാർത്ഥി രാഷ്ട്രീയം മാറി. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇലക്ഷനുകൾ വളരെ സജീവമായി വളരെ ഗൗരവത്തിലാണ് നമ്മുടെ മൂവ്മെന്റ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 സംഘടനകളേ ഉള്ളൂ. അതിൽ ഒരു സംഘടനയാണ് ഫ്രട്ടേണിറ്റി. ഒന്ന് SFI ആണ്, മറ്റൊന്ന് KSU ഉണ്ട്, മൂന്നാമത്തെ സംഘടനയാണ് ഫ്രട്ടേണിറ്റി. 3 സംഘടന ആകെയുള്ളൂ. അതിലൊന്ന് മൂന്നാമത്തെ സംഘടനയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. എല്ലാ ജില്ലയിലും നമ്മൾ മത്സരിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ കഴിഞ്ഞ 6 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ജില്ലയിലും അക്കൗണ്ട് തുറന്ന യൂണിയൻ ഭാരവാഹികളുള്ള ഒരു സംഘടന കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പിറവി കൊണ്ട സമയത്ത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നമ്മൾ നേടിയെടുത്ത വിജയം. കേരളം ആകെ ചർച്ച ചെയ്ത ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. അന്ന് മനോരമ പത്രം നമ്മളുടെ വിജയത്തെ കുറിച്ച് എഴുതിയ ഒരു വാർത്തയുണ്ട്, ഹെഡിങ് ഉണ്ട്. ഹെഡിങ് ഇങ്ങനെയാണ്: SFIക്ക് ഫ്രട്ടേണിറ്റി വക ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ളതായിരുന്നു അന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് നമ്മളുടെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നമ്മളുടെ വിജയം നമ്മുടെ തുടക്കകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായിരുന്നു. കഴിഞ്ഞ ഒരുപാട് വർഷമായി നമ്മൾ നടത്തിയ SFIയുടെ ഫാസിസത്തിനെതിരെ, ക്യാമ്പസ് ഫാസിസത്തിനെതിരെ, വയലൻസിനെതിരെ നമ്മൾ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ ഒരു പോരാട്ട വിജയം കൂടിയായിരുന്നു ഈ വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രണ്ടൻ കോളേജിലെ നമ്മുടെ ആദ്യകാലത്തെ വിജയങ്ങളാണ്. അറബിക് അസോസിയേഷനും ഉറുദു അസോസിയേഷനൊക്കെ നമ്മൾ വിജയിച്ച വിജയങ്ങൾ. മൊത്തത്തിലെല്ലാം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും, പക്ഷേ വളരെ കുറഞ്ഞ സംഗതികൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരുപാട്, അതിനുശേഷം തൃശ്ശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിജയമുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ CETയിലെ വിജയമുണ്ട്. ഇങ്ങനെ ഒരുപാട് വിജയങ്ങൾ നമുക്ക് വേറെയും പറയാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ NSS കോളേജിലെ അടക്കമുള്ള സുപ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ നമുക്ക് വലിയ വിജയങ്ങൾ ഈ ക്യാമ്പസ് ഇലക്ഷൻ രംഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സാധ്യതകളെ കുറിച്ചുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലൊന്ന്, നമ്മൾ ക്യാമ്പസുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൊളിറ്റിക്സ് ഓൺ ക്യാമ്പസ്. ഓരോ ക്യാമ്പസിൻ്റെയും രാഷ്ട്രീയത്തിനനുസരിച്ച് നമ്മളുടെ രാഷ്ട്രീയത്തെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള AJ കോളേജിലുള്ള രാഷ്ട്രീയമല്ല മലപ്പുറം ജില്ലയിലെ അജാസ് കോളേജിൽ ഉണ്ടാവുക. 2 രാഷ്ട്രീയത്തിനും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ ക്യാമ്പസിനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ ഒരു പ്രവർത്തനം തന്നെ അമീബയുടെ പ്രത്യേകത നമുക്കറിയാം. അമീബയുടെ പ്രത്യേകത ഏത് ഷേപ്പും ആകാൻ പറ്റും, അല്ലേ? നിങ്ങൾ മഹാരാജാസിലുള്ള ഒരു സംഘടനാ സെറ്റപ്പ് ആയിരിക്കൊള്ളണമെന്നില്ല ബ്രണ്ണൻ കോളേജിൽ വേണ്ടി വരിക, അല്ലെങ്കിൽ അതായിക്കൊള്ളണമെന്നില്ല പോളിടെക്നിക്കിൽ ഒരു കോളേജിൽ വേണ്ടി വരിക. അപ്പോൾ ഓരോ കോളേജിനെയും മനസ്സിലാക്കുക, ആ ക്യാമ്പസിനനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുക. ഓരോ ക്യാമ്പസിനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ഇലക്ഷൻ സെലിബ്രേഷൻ നടക്കുന്ന ഒരു ക്യാമ്പസാണ് കൃഷ്ണമേനോൻ വുമൻസ് കോളേജ്, കണ്ണൂർ ടൗണിൽ തന്നെയുള്ള കൃഷ്ണമേനോൻ വുമൻസ് കോളേജ്. ആ മൂടായിരിക്കൂല നമുക്ക് കൊല്ലം SN കോളേജിൽ പോയാൽ ആ മൂടായിരിക്കൂല കേട്ടോ. ഓരോ ക്യാമ്പസിനും ഓരോ രീതിയുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ്, പുതിയ ലീഡർഷിപ്പിനുണ്ടാക്കുക. ക്യാമ്പസിൽ ഏത് പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെയും ഏറ്റവും പ്രധാനമാണ് ലീഡർഷിപ്പ്. അപ്പോൾ നിങ്ങളൊക്കെ ക്യാമ്പസുകളിൽ പുതിയ വൈബ്രന്റ് ആയ ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പവറുള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു പോപ്പുലർ മൂവ്മെന്റ് ആവുക എന്നുള്ളത്. പവറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പവറുള്ള യൂണിയനുള്ള ഒക്കെ സ്ഥലങ്ങളിൽ ഒരു പോപ്പുലർ മൂവ്മെന്റായി മാറുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പവർ ഇല്ലാത്ത സ്ഥലങ്ങൾ, നമുക്ക് ചിലപ്പോൾ യൂണിയൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അവിടെ ഒരു നല്ല സ്റ്റുഡൻസ് ഒപ്പോസിഷൻ ആവുക, അവിടുത്തെ യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുക, യൂണിയന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക, ഇങ്ങനെയുള്ള ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് എടുക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്,
ഡെമോഗ്രഫി മനസ്സിലാക്കുക, ക്യാമ്പസിലെ ഡെമോഗ്രഫി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ക്യാമ്പസിലെ ഗ്യാങ് ഒരു ഡെമോഗ്രഫിയാണ്, ക്യാമ്പസിലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഡെമോഗ്രഫിയാണ്, ക്യാമ്പസിലെ കാസ്റ്റ് ഡെമോഗ്രഫിയാണ്, ക്യാമ്പസിലെ റിലീജിയൻ ഡെമോഗ്രഫിയാണ്. അതുപോലെ തന്നെ ക്യാമ്പസിലെ വൈബ്, ക്യാമ്പസിന്റെ ഭാഷയെ കുറച്ചുകൂടി പറഞ്ഞാൽ വൈബ്, പല ടൈപ്പ് വൈബുള്ള ആളുകളുണ്ട്, ആ വൈബിനെ അഡ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഡെമോഗ്രഫി, ക്യാമ്പസ് ഡെമോഗ്രഫി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. നന്ദി കെ കെ അഷ്റഫ്. തുടർന്ന് ഈ സെഷനിൽ മൂന്നാമത്തെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നത് റാനിയ സുലേഖയാണ്. റാനിയ നമുക്കെല്ലാവർക്കും അറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലീഡർ കൂടിയായിരുന്നു. കഴിഞ്ഞ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഹൈദരാബാദ് സർവകലാശാല യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ നടന്ന സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷനിൽ ഫ്രട്ടേണിറ്റി പാനൽ മത്സരിക്കുകയും മികച്ച വോട്ടുകൾ നേടുകയും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് റാനിയെ സ്വാഗതം ചെയ്യുക. അസ്സലാമു അലൈക്കും. 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്, ഞാൻ അത്ര എടുക്കുന്നില്ല എന്ന് ആദ്യം തന്നെ വാക്ക് നൽകിയാണ്. കാരണം ഓൾറെഡി 5 മണിയൊക്കെ ആയി. എന്ന് മാത്രമല്ല, എനിക്ക് പറയാനുള്ളതിൻ്റെ പകുതിയും വസീം സാഹിബ് നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് കഴിഞ്ഞു. വസീംക നിർത്തിയെടുത്ത് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഞാനും നമ്മളെല്ലാവരും നജീബിനെ കാണാതായ JNU എന്നാണ് അറിഞ്ഞത്. രോഹിത് മരിച്ച HCU എന്നാണ് ആ ക്യാമ്പസിനെ തിരിച്ചറിയുന്നത്. ഫാത്തിമ മരിച്ച IIT. ഒന്നുകിൽ മരണമോ അല്ലെങ്കിൽ ഒരു കാണാതാവലോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡോ, ഇത്തരത്തിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്പേസുകളെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. അതേ സ്പേസിൽ ഇന്ന് അഫ്രീൻ ജയിച്ച JNU, നിത ജയിച്ച ടിസ്, അല്ലെങ്കിൽ നമ്മളെ സമർ ജയിച്ച ഇഫ്ലു എന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റി എഴുതാൻ, അല്ലെങ്കിൽ ആ രീതിയിലൊരു കണക്ഷൻ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയം വിജയിച്ചു, അല്ലെങ്കിൽ അത് ആ പ്രോസസ് ഹാഡ് ആൻ ഇമ്പാക്റ്റ് എന്നുള്ളത് തന്നെ തെളിയിക്കുന്ന റിസൾട്ടുകളാണ്. ഞാൻ അവിടെ ആ റിസൾട്ടാനന്തരത്തിൽ വെച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പോസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പിന്നോട്ട്. ഫസ്റ്റ് പോസ്റ്റ് ആൻറ്റി CA അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് CUET എറ എന്നൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. റിസറൻസ്, ഒരു ഉണർവ്. അതിനു മുമ്പ് ക്യാമ്പസുകളിൽ പോയ ആളുകളായിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്. കോവിഡിന് മുമ്പും ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയല്ലേ ഇത്? ആണോ? അല്ല, കോവിഡിന് ശേഷം ക്യാമ്പസുകളിലെത്തിയ ആളുകളാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഉള്ള ക്യാമ്പസുകൾ നമ്മുടെ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേക ഉണർവുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം മാത്രം അസേർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നെക്സ്റ്റ്. യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ക്ലാരിറ്റി. നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക, എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത്, എന്തിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് എത്തിക്കഴിഞ്ഞു. ആ ക്ലാരിറ്റിയിൽ നിന്നാണ് നമുക്കൊരു ഉണർവ് കിട്ടുന്നത്. ഈ ഹോപ്പ്ലെസ്നെസ് നിന്ന്, ഈ ദേശത്തിലുണ്ടാവുന്ന പ്രതീക്ഷയില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ഒരു ഉണർവുണ്ട്. അതിലേക്കാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന് ഞാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണെങ്കിൽ, നിയമം, ബൈ ലോ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. അത് CA ആയിക്കോട്ടെ, NRC ആയിക്കോട്ടെ, NPR ആയിക്കോട്ടെ, ഹിജാബ് ബാൻ ആയിക്കോട്ടെ, ബാബരി വടിക്കാട്ടെ, EWS ആട്ടെ, ബുൾഡോസർ ആയിക്കോട്ടെ, there's more. ഇതൊന്നും ഒരു രാമരാജ്യത്ത് സംഭവിച്ചതല്ല, മറിച്ച് വളരെ ജനാധിപത്യപരമായി തന്നെ ഈ രാജ്യത്ത് ഇതിൻ്റെ സംവിധാനങ്ങൾ നടപ്പിലാക്കിയതാണ്. ഇവിടെ നമുക്കുണ്ടാവുന്ന ഒരു ക്ലാരിറ്റിയാണ്, വാട്ട് ഡസ് ദി സിസ്റ്റം ഹാവ് ടു ഓഫർ അസ് എന്നുള്ളൊരു ക്ലാരിറ്റിയിൽ നിന്നാണ്. എന്തിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? അത് ഇവിടുത്തെ സെക്യുലറിസത്തിനോടാണോ, അല്ല ഒരു സെക്യുലർ മനുഷ്യനോടാണോ? എന്തിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ ആ ഫൈറ്റ് നമുക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അത്തരം ക്ലാരിറ്റിയിലൂടെ നമ്മൾ പങ്കെടുത്ത പല പരിപാടികൾ, പല മൂവ് ഓൺ ചെയ്തു. ഇതൊക്കെ വസീംക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സംസാരിക്കും. ഇതിൽ
ഒരു വിഷയം വിട്ടുപോയത് ഞാൻ ആഡ് ചെയ്യാണ്. ഇത് ഇഫ്ലു ക്യാമ്പസിൽ നടന്ന പ്രതിഷേധമാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കേവലം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പഠിക്കാൻ പോവുകയാണല്ലോ. ക്യാമ്പസിൻ്റെ പർപ്പസ് പഠിക്കാൻ പോവുകയാണ്. പക്ഷെ അതിലേക്ക് ചുരുങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. നമുക്കതിനെ ഒരു കാസ്റ്റ് ഫൈറ്റ് മാത്രമായിട്ട് നമുക്ക് ചുരുക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമോഫോബിക് ഫൈറ്റായിട്ട് മാത്രം ചുരുക്കാൻ കഴിയുന്നില്ല. ജെൻഡർ വിഷയം മാത്രമേ ചുരുക്കാൻ. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മുടെ സമയവും നമ്മുടെ ഊർജവും കൊടുക്കേണ്ടി വരും. അപ്പം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുഴുകിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു പ്രതിബദ്ധത കൂടിയാണ് നിങ്ങളൊരു ക്യാമ്പസിലേക്ക് പോകുമ്പം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ശരിക്കും അത്ര പോലെ ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി മാത്രം ക്യാമ്പസുകളിലേക്ക് നമ്മൾ എത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇത് ഇഫ്ലുവിൽ നടന്ന പ്രൊട്ടസ്റ്റാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ഭീകരത പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം കൂടി പറയുന്നത്. കാരണം ഇത് ഒരു പെൺകുട്ടിക്കെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് നടന്നതിന് വേണ്ടി ആളുകൾ പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ഇതിൽ FIR കിട്ടിയ കുട്ടികളുടെ പേരിൽ കമ്മ്യൂണൽ ഹേറ്റഡ് ഉണ്ടാക്കി എന്നുള്ളൊരു FIR രജിസ്ട്രേഷനാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് പലസ്തീൻ പ്രൊട്ടസ്റ്റ് നടന്നിട്ടില്ല, അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ അടക്കമുള്ള നേതാക്കൾക്കെതിരെ FIR ആണ് ക്യാമ്പസിൽ കൊടുത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പഠിക്കാനായി നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് ജയിലറുകളാണ്, FIR ആണ് എന്നുള്ള ഭീകരത, എന്നൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് കരുതി അത് അസാധ്യമല്ല എന്ന് തന്നെ ആദ്യം പറഞ്ഞു വെക്കാനാണ് ഞാൻ നമ്മുടെ ജയിച്ച നേതാക്കളുടെ അവരടങ്ങിയ യൂണിയനുകളെ പറഞ്ഞു വെച്ചുകൊണ്ട് തുടങ്ങിയത്. അത് സാധിച്ചു കഴിഞ്ഞു എന്നിടത്താണ് എൻ്റെ ആർഗ്യുമെന്റ് തുടങ്ങുന്നത് പോലും. ഇത് ആ ഒരൊറ്റ ഫൈറ്റിൽ തന്നെ അവിടുത്തെ പ്രോക്ടറിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് ആ സമരം അവർ അവസാനിപ്പിച്ചത്. ഇത് ഞാൻ വ്യത്യസ്ത സമരങ്ങളെ കാണിക്കാൻ വേണ്ടി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് പലസ്തീൻ വിഷയമായിക്കോട്ടെ, ബാബരി വിഷയമായിക്കോട്ടെ, മണിപ്പൂർ വിഷയമാണ്, അവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നടന്ന മണിപ്പൂർ വിഷയമാണ്. കാരണം മറ്റാരും പറയില്ല. നമ്മൾ പറയണം എന്നുറപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും ആ വിഷയങ്ങൾ അവിടെ പറയില്ല എന്നുള്ളത് കൂടി കൊണ്ടാണ്. ഇത് BBC ഡോക്യുമെൻ്ററിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം BBC ഡോക്യുമെൻ്ററി ഇന്ത്യൻ ക്യാമ്പസുകളിൽ രോഹിത്തിൻ്റെ വെളിവാടയിൽ നിന്നാണ് തുടങ്ങിയത്. അത് തന്നെയാണ് ഈ പറഞ്ഞ റിസർജൻസ്, ഒരു ഉണർവ്, ഒരു പുതുമ, അല്ലെങ്കിൽ ഒരു റിവൈവൽ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഇത്തരം ക്യാമ്പസുകളെ നമ്മൾ ഇവരിൽ നിന്നാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഷർജീൽ അല്ലെങ്കിൽ നജീബ് അല്ലെങ്കിൽ ഇത്തരം ആളുകൾ, ഇത്തരം ആത്മഹത്യകൾ, നമ്മുടെ പ്രൊഫസർമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് ഇൻസ്പയർഡ് ആവുന്ന ആളുകളൊക്കെയും ജയിലിലോ കാണാതാവുകയോ മരിക്കപ്പെടുകയോ ചെയ്യുകയാണ്. അതിൽ നിന്നാണ് വസീംക പറഞ്ഞു വെച്ച പോലെ 10-15 വർഷമായി പോസ്റ്റ് മണ്ടൽ, പോസ്റ്റ് സച്ചാർ അല്ലെങ്കിൽ പോസ്റ്റ് ബാബരി പീരിയഡിൽ ഇത്തരം ഒരു നറേഷൻ ഷിഫ്റ്റ് സാധിക്കുകയാണ്. ഇത് ഞാൻ കുറച്ചൊക്കെ വസീംക പറഞ്ഞു വെച്ചാൽ അതിൽ ഹിന്ദു മുസ്ലിം കലാപം എന്ന് മാത്രമേ പറയുള്ളൂ. ഇന്നവർക്ക് അത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വംശഹത്യയാണ് എന്ന് പറയാതെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ ഒപ്രസ്ഡ് ആണ്. ഇന്ന് അതേ മുസ്ലിം സ്ത്രീ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കേണ്ടി വരുന്നിടത്തേക്ക് അവരെത്തിയിരിക്കുകയാണ്. അതുപോലെ മുസ്ലിങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാർക്സിസ്റ്റ് അംബേദ്കറിസ്റ്റ് സ്റ്റഡി സർക്കിൾ നിങ്ങളെ ക്യാമ്പസുകളിൽ ഉണ്ടാവും. അംബേദ്കർ വാദങ്ങൾ വിഘടനവാദമാണ് എന്ന് ഉയർത്തിക്കൊണ്ടിരുന്ന ക്യാമ്പസുകളാണ് ഇതേ ക്യാമ്പസുകൾ. ഇനി മുസ്ലിങ്ങളുടെ ഒരു ലെജിറ്റിമേറ്റ് ഓർഗനൈസേഷൻ റൈറ്റിനെ വളരെ കമ്മ്യൂണലായി മാത്രമേ മനസ്സിലാക്കുള്ളൂ. തീർച്ചയായും കാസ്റ്റ് കമ്മ്യൂണിറ്റിയെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ അതിന് കമ്മ്യൂണൽ ആംഗിൾ ഉണ്ടായിരുന്നെങ്കിലും സ്വാതന്ത്ര്യാനന്തരം അതിനൊരു സെക്യുലർ നോഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കാസ്റ്റ് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് സെക്യുലറാണ്. എന്നാൽ മുസ്ലിമിന് ഇതില്ല, ആ ആനുകൂല്യമില്ല. നിങ്ങൾ ബൈ ബർത്ത് കമ്മ്യൂണലാണ്, നിങ്ങൾ ഇന്നേറ്റ്ലി നിങ്ങൾ കമ്മ്യൂണലാണ്. അത് തിരിച്ച് അത്തരം ഓർഗനൈസേഷനുകൾ ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് അവരുടെ നേതാക്കളായിട്ടുള്ള യൂണിയനിൽ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ അതിൽ മിക്കതും മുസ്ലിം സ്ത്രീകളായി, അല്ലാത്ത ഒരുപാട് പേരുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ PPT ആയതുകൊണ്ടും AI വെച്ച് ചെയ്തതാണ്.
എൻ്റെ ഒരു മേഖലയല്ല. അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല 15 മിനിറ്റിൽ ഇത്രപാട് ഫോട്ടോസ് എനിക്ക് കിട്ടിയുള്ളൂ. ഇത് പറഞ്ഞതുപോലെ അലയൻസുകൾ സാധ്യമാവുകയാണ്. ഇത് ഞാൻ എടുത്തു പറയേണ്ടത്, ഒന്നാമത്തത് കശ്മീരി കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് മണിപ്പൂർ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാം എന്നതൊരു തെറ്റല്ല. നമുക്ക് ഒരു മനുഷ്യനോട് നമ്മുടെ കമ്മ്യൂണിറ്റി ബേസിൽ ഐക്യപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അതെന്തിനാണ്? മറ്റൊരാളെ വെറുപ്പിൻ്റെ പേരിലല്ലാതെ അയാളോടുള്ള ഐക്യത്തിൻ്റെ പേരിൽ കൂട്ടുകൂടുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നം? ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം. അത് ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഞാൻ DU വളരെ മുസ്ലിം പൊളിറ്റിക്സ് പറയുമ്പോഴും അല്ലെങ്കിൽ മുസ്ലിം ഓർഗനൈസേഷൻ ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഉണ്ട് ഞങ്ങളുടെ സംഘടനയിൽ എന്ന് പറയാം. മുസ്ലിങ്ങൾ മാത്രം ഉണ്ടായാലും എന്താ പ്രശ്നം? നമ്മൾ പറയുന്നത് എന്താണ് അത് പറയാൻ, ഏറ്റുപറയാൻ സാധിക്കുന്നതാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും വന്നു ചേരുക തന്നെ ചെയ്യും. എന്നെ തിരുത്തിയത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. ഇലക്ഷന് മത്സരിച്ചപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദളിത് സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടായിരുന്നു, അതുപോലെ ASA ഉണ്ടായിരുന്നു. വ്യത്യസ്ത ചേരുവകളിലായിരുന്നെങ്കിലും ഇത്തരം കമ്മ്യൂണിറ്റികൾ, ദളിത് സംഘടനകളിലിടയിൽ തന്നെ ഇത്തരം കമ്മ്യൂണിറ്റികൾ എത്ര ഭംഗിയായിട്ടാണ്, എത്ര രസകരമായിട്ടാണ് കൂടുകയും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രം ഇങ്ങനെ അഭിമാനക്ഷതമേൽക്കുന്ന രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കേണ്ട ആവശ്യം നമുക്കില്ല. വി ആർ ജസ്റ്റ് ക്ലെയിമിങ് അവർ സ്പേസസ് ബാക്ക് എന്ന് പറയാനാണ് ഞാൻ ഇത്തരം പോസ്റ്റേഴ്സ് ഉപയോഗിച്ചത്. യെസ്, ഇവിടെയാണ് എനിക്ക് അവസാനിപ്പിക്കാനുള്ളത്. ഈ പോസ്റ്റ് CA സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ വസീംക്കൊക്കെ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലത്ത് ഫസ്റ്റ് ജനറേഷൻ മുസ്ലിം സ്റ്റുഡൻസ് ആണ് ക്യാമ്പസുകളിലെത്തിയത്. എന്നാൽ ഞാൻ എൻ്റെ കൂടെയുള്ള നമ്മളങ്ങനെ ആയിരിക്കില്ല. നമ്മളെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കസിൻസ് അല്ലെങ്കിൽ നമ്മളെ അങ്കിൾസ് വരെ ഇത്തരം ക്യാമ്പസുകളിലെത്തി രണ്ടാമതൊരു തലമുറയാകാം നമ്മൾ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇവർ ആ തട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് ഇത്തരം നോഷൻസ് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ ഒരു അക്കാഡമിക് ജാർഗണല്ല, ഇന്നത് സംഭവിക്കുന്ന ഒരു റിയാലിറ്റി ആണെന്ന് അവർക്ക് വ്യക്തമാണ്. എന്നിട്ടും ഇത്തരം ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടും അവർ നമ്മുടെ കൂടെ കൂടുന്നില്ലെങ്കിൽ, അവർ നമുക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അതവരുടെ കൃത്യമായ ചോയ്സാണ്, അതവരുടെ കൃത്യമായ തിരഞ്ഞെടുപ്പാണ്. അതിന് 4 കാരണങ്ങളാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. ഒന്നൊന്ന് വെറുപ്പാണ്, വംശീയമായ വെറുപ്പാണ്. കാരണം അവർക്ക് ഞാൻ ആരാന്ന് പോലും അറിയില്ല, നിങ്ങളോടൊരു വ്യക്തിപരമായ ബന്ധമില്ല, പ്രശ്നമില്ല. മറിച്ച് നിങ്ങളുടെ അടയാളങ്ങൾ, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളോടുള്ള വംശീയമായ വെറുപ്പ് മാത്രമാണ് നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, എതിരെ എന്ന് പറയാൻ പറ്റില്ല, ഉന്മൂലനം ചെയ്യാൻ തന്നെ അവർ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, മെഗ്ലോമാനിയ, അധികാരത്തോടുള്ള ഭ്രമം, നെഗ്ലിജൻസ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളെ സബ്ജക്റ്റ് ആവുന്ന കാര്യം കഴിഞ്ഞു. വി ആർ നോ മോർ ദ സബ്ജക്റ്റ്. ലെറ്റ്സ് മേക്ക് ദ ഹിന്ദുത്വ ബോഡീസ് ഇൻ യുവർ ക്യാമ്പസ് ബി ദ സബ്ജക്റ്റ്. നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാം. ഇതിലേതാണ് അവരിൽ അടങ്ങിയിരിക്കുന്ന കപ്പാസിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ പ്രതികരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവർക്കത് പ്രശ്നമല്ലാതെ തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയധികം വെറുപ്പ്? കാരണം ഈ ഹെയ്റ്റ് ബെയർ ചെയ്യുന്ന ഹ്യൂമന്റെ അവസ്ഥ, ഇത്ര ഹെയ്റ്റ് ബെയർ, നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് തൊട്ടിപ്പുറത്തുള്ള ആളെ ഒന്ന് വെറുതെ അടിച്ചു നോക്ക്. പരിചയമുള്ളതുകൊണ്ടല്ലേ അത് സാധ്യമാകുന്നത്. പരിചയമില്ലാത്ത ഒരാൾ അടിക്കും, കൊല്ല്. എന്തോരം ഭീകരമാണ്. ഇവരെങ്ങനെയാണ് ഈ മാനസികാവസ്ഥയുമായി തൊട്ടിപ്പുറത്തുള്ള ആദിവാസിയുടെ അടുത്തിരിക്കുക, തൊട്ടിപ്പുറത്തുള്ള മുസ്ലിമിന്റെ അടുത്തിരിക്കുക, തൊട്ടിപ്പുറത്തുള്ള ദളിതന്റെ അടുത്തിരിക്കുക? ചോദ്യം അവരോടാവണം, ചോദ്യം അവരിലേക്കാവണം. The democracy is least unsaid about the majority. The problem is not with the minority. The problem is not with me or you. The problem is them. We have to assert that in our campuses. നിങ്ങളാണ് ഞങ്ങളുടെ ക്യാമ്പസിലെ പ്രശ്നം, നിങ്ങളാണ് ഈ രാജ്യത്തിന് പ്രശ്നം, നിങ്ങളാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പ്രശ്നം എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണം.
ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത കാര്യം, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നമ്മുടെ നേതാക്കളോട് വിളിച്ച് ചോദിച്ച് അവിടെ ABVP ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോവിഡാനന്തരം അവരിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, HCUൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഫ്രട്ടേണിറ്റി DUൽ വർക്ക് ചെയ്യാം, അതുപോലെയല്ല IFLUൽ വർക്ക് ചെയ്യാം. എന്നാൽ ABVP ഇതെല്ലായിടത്തും ഒരുപോലെയാണ് വർക്ക് ചെയ്യുക. അവിടെയൊക്കെയും നിങ്ങൾക്ക് ഇതേ കാര്യങ്ങൾ, ഇത് വ്യത്യസ്ത ക്യാമ്പസുകളിൽ നടന്ന കാര്യമാണ് എന്ന് മാത്രമല്ല അതിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കോവിഡാനന്തരം അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. മോബ് ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ എവിടെ നിന്നോ ആർക്കും അറിയാത്തൊരു മോബ് ഇങ്ങനെ വരികയാണ്. ക്യാമ്പസിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ക്യാമ്പസിൽ നമുക്ക് പരസ്പരം അറിയാലോ, ആളുകളെ അറിയാലോ, പക്ഷെ അതേ രീതിയിലുള്ള ഒരു മോബ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ക്യാമ്പസിൽ. ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ, ഞാൻ ചിലപ്പോൾ എൻ്റെ വാക്ക് തെറ്റിക്കും, കുറച്ചും കൂടി പോകും. അതുപോലെ തന്നെ പുറത്തു നിന്ന് ആളുകൾ വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇത് ഞങ്ങളെ ക്യാമ്പസിൽ മാൽക്കമിനെ വരച്ചിരുന്നു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇത് ABVP ചെയ്തത് പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് മുഴുവൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. കാരണം അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവരങ്ങനെ പോവും. അങ്ങനെ ഇതിപ്പോൾ തന്നെ നമുക്കറിയാം FTAയിൽ സംഭവിച്ചതാണ്. ബാബരി റിമെമ്പർ ബാബരി എന്നവരെ പോസ്റ്റർ പുറത്തുനിന്നുള്ള ബജ്രംഗ് ദൾ ആളുകൾ വന്നിട്ടാണ് കത്തിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ പ്രതിഭാസങ്ങൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതൊരു വിദ്യാർത്ഥിയെ ചോദിച്ചാലും അവർക്ക് ABVPയിൽ നിന്നുണ്ടായ അനുഭവങ്ങളായിരിക്കും. മറ്റൊന്ന്, സ്ത്രീകൾ. ഒരുപാട് സ്ത്രീകൾ ഇന്ന് ABVPയിലുണ്ട്. അതിൽ വേറൊരു വൈരുദ്ധ്യാത്മകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ മോബ് ഉണ്ടല്ലോ, ഈ മോബിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതാരാന്ന് ആർക്കും അറിയില്ല, ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കും. ഇത് രണ്ടിനെയും തകർക്കുന്ന ഒന്നാണ് സ്ത്രീ സാന്നിധ്യം. ഒരു സ്ത്രീ അവിടെ വരാൻ, ഷി കാൺ ജസ്റ്റ് കം ലൈക്ക് ദാറ്റ്, എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ സിറ്റുവേഷൻസ്. ദർ ഷുഡ് ബി എ റീസൺ, ദർ ഷുഡ് ബി എ വേ. അവളങ്ങനെ പെട്ടെന്ന് എത്തില്ല, അവൾക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ സാധിക്കില്ല. അത് ഈ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. എന്നാലും അതുകൊണ്ട് തന്നെ ആ മോബിന് അസ്യൂം ചെയ്യപ്പെടുന്ന ഒരു അനോണിമിറ്റി, ഒരു സ്പോണ്ടേനിറ്റി ഒക്കെ തകർക്കുന്നതാണ്. കൃത്യമായി പ്ലാൻഡ് ആണ് ആ മോബ് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഒരു സ്ത്രീ അവിടെ വരുന്നതിലൂടെ സംഭവിക്കുന്നത്. അതിൽ പൗള ബെച്ചറ്റൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് RSS രാഷ്ട്രീയം എന്താ പറയുക സ്വീകാര്യമാവുന്നത് എന്നുള്ളത്. എത്രയായാലും എന്താ പറയുക, നമുക്കിപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് കൂടുതലും സംഭവിക്കുന്നത് അവർ വുമൺ ആർ ഇൻ ഡേഞ്ചർ, നമ്മുടെ സ്ത്രീകൾക്ക് ഡേഞ്ചറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മുസ്ലിം പുരുഷന്മാർ അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാർ അവരെ പീഡിപ്പിക്കാൻ പോവുകയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിച്ചത് ഹിന്ദു അല്ലെങ്കിൽ സിഖ് കമ്മ്യൂണിറ്റിയിൽ ചില വിഭാഗങ്ങൾ അവരുടെ സ്വന്തം സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കും, നാളെ ഒരു മുസ്ലിം പുരുഷൻ അവരെ പീഡിപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തരത്തിൽ വെറുപ്പ് അല്ലെങ്കിൽ ഒരു തരം ഫോബിയ അല്ലെങ്കിൽ ഒരു തരം ഫോൾസ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും അത് വിഴുങ്ങാൻ അല്ലെങ്കിൽ അത്തരം വെറുപ്പ് പേറാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ വീണ്ടും പറയുക, അത്തരം വികൃതമായ മനുഷ്യന്മാരെ തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അവരിലെ പ്രശ്നം തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇത് കൾച്ചറൽ ഇവൻറ്റ്സ് ആണ്. റാം മന്ദിർ ശരിയാണ്, എല്ലായിടത്തും ആഘോഷിച്ചിട്ടുണ്ടാവും, ഇന്ത്യൻ ആഘോഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ തന്നെ ഗണപതി മഹോത്സവം അല്ലെങ്കിൽ മറ്റ് നവമി ആയാലും ഒക്കെ തന്നെയും ക്യാമ്പസുകളിൽ വളരെ യൂണിഫിക്കേഷൻ ഓഫ് ഹിന്ദു. ഇപ്പോൾ HCUൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ തെലുങ്കു ഓറിയൻറ്റഡ് സ്റ്റുഡൻസ് ഉണ്ടായിട്ടും അവിടെ റാം ഇല്ലായിരുന്നു. ദ ന്യൂ റാം ഇസ് ഫോമിങ്. ഹൗ? അവരുടെ എന്താ പറയുക ലോക്കലായിട്ടുള്ള ആഘോഷങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും ഒരേപോലെ ഒരേ ദിവസം ഒരേ നിറം കൊണ്ടുവരാനുള്ള ശ്രമം കൃത്യമായി ABVP നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന് അന്നന്ന് ക്യാമ്പസുകളിലെ അഡ്മിനിസ്ട്രേഷനുകൾ കൃത്യമായ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയും ഞാൻ പറഞ്ഞു വെച്ചത് സ്പീക്ക് മോർ അബൌട്ട് ദ മെജോറിറ്റി. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിക്ടിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ ഇരകളാക്കപ്പെട്ടിരുന്നു. നമ്മൾ ഇന്ന് നമ്മളെ ഇത്രയും കാലം നമുക്ക് എടുക്കേണ്ടി വന്നത് പോലും ഇത്തരം അധികാരങ്ങളുടെ ഇരയായത് കൊണ്ട് തന്നെയാണ്. എന്നാൽ നമ്മൾ ഇന്ന് നേതാക്കളാവുന്നത് നമുക്ക് കഴിവുകളുള്ളതുകൊണ്ട് തന്നെയാണ്. We are not just victims,
but we are the revolution. We are going to rule this country. We are going to rule our campuses. Inshallah. അത് സാധ്യമാക്കേണ്ട ഒരു ക്രൗഡിന് മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. താങ്ക് യു റാനിയ. ഇതോടുകൂടി നമ്മുടെ ഈ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിലുടനീളം ധാരാളം നമ്മോട് സംവദിക്കുകയും PPT അവതരണം നടത്തുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട ഫ്രട്ടേണിറ്റിയുടെ നേതാക്കൾക്ക്, സഹപ്രവർത്തകർക്ക്, സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെഷൻ ഇതോടുകൂടി ഇവിടെ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. നന്ദി. വസീം ആർ എസ്, റാനിയ സുലൈഖ and KK Ashraf.